السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പുതിയൊരു വിഷയം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളതിന് തലക്കെട്ട് കൊടുത്തത് കച്ചവടക്കാർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെന്നാണ്. ഇപ്പോൾ ഈ ഒരു പഠനത്തിന് പൊതുവെ കർമ്മശാസ്ത്രത്തിൽ കിതാബുൽ ബുയൂ, കച്ചവടവുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ പ്രതിപാദിക്കുന്ന അധ്യായങ്ങളാണ് നമ്മൾ വായിക്കേണ്ടതും പഠിക്കേണ്ടതും. പൊതുവെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് രൂപത്തിലുണ്ടാകും. ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അതാത് വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ഓരോ അധ്യായത്തിൻ്റെ തലക്കെട്ടിൻ്റെ കീഴിൽ കൊടുക്കുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മൾ വുളുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമെങ്കിൽ കിതാബു ത്വഹാറ എന്ന തലക്കെട്ട് കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട വന്ന ഹദീസുകളെല്ലാം അതിൻ്റെ കീഴിൽ ഓരോന്നോരോന്നായി കൊടുക്കുക എന്നുള്ള രീതിയാണ്. പിന്നീട് അതിനുശേഷം കിതാബു സ്വല, നിസ്കാരവുമായി ബന്ധപ്പെട്ട ഹെഡിങ് കൊടുത്തിട്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട സ്ഥിരപ്പെട്ട ഹദീസുകളൊക്കെ കൊടുക്കുക. ഇങ്ങനൊരു രീതി പണ്ഡിതന്മാർ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. അഹാദീസുൽ അഹ്കാം, കർമ്മശാസ്ത്ര വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ എന്നാണ് അത്തരത്തിലുള്ള ഹദീസുകളെ പറയാറുള്ളത്. ഇത്തരം വിഷയങ്ങളിൽ വളരെയധികം ഈ കാലഘട്ടത്തിൽ പ്രസിദ്ധമായ ആളുകൾക്കിടയിൽ അറിയപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഉംദത്തുൽ അഹ്കാം എന്ന് പറയുന്ന അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ളയുടെ ഗ്രന്ഥം, അതുപോലെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാം. ഇതൊക്കെ ആ നിലയിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ക്രോഡീകരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളാണ്, ഫിഖ് പഠിപ്പിക്കാനുള്ള ഗ്രന്ഥങ്ങളാണ്. പിന്നീട് ഒരു രീതി പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് ഖുർആനിലും ഹദീസിൽ നിന്നുമെല്ലാം കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം, അതുപോലെ സലഫിൻ്റെ മുൻഗാമികളുടെ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ചതിന് ശേഷം ഓരോ തലക്കെട്ട് കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ ഹദീസുകളോ ആയത്തുകളോ പൂർണ്ണമായി കൊടുക്കാതെ ആ വിധിവിലക്കുകൾ മാത്രം പറഞ്ഞു പോകുക എന്നുള്ളതാണ്. അഥവാ അതിൻ്റെ ഹദീസുകളും ആയത്തുകളൊക്കെ പഠിച്ചതിന് ശേഷമായിരിക്കും അവർ തന്നെ അത്തരം വാചകങ്ങൾ എഴുതുക എന്നുള്ള രീതിയാണ് പൊതുവെ ഉണ്ടാകാറുള്ളത്. അപ്പം അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ പിന്നീട് പണ്ഡിതന്മാർ എന്ത് ചെയ്യും, ആ പറയുന്ന വാചകത്തിൻ്റെ തെളിവെന്താണ്, അതിൽ ആയത്തിൽ ഏതായത്താണ് അത് തെളിവായിട്ടുള്ളത്, ഹദീസുകൾ എവിടെ നിന്നാണ് അതിന് തെളിവായിട്ടുള്ളത് എന്നത് ഉദ്ധരിച്ചുകൊണ്ട് അവർ അതിനെ വിശദീകരിക്കാറുണ്ട്. ഈ രണ്ടാമത് പറഞ്ഞ രീതിയിലുള്ള ഒരു ഗ്രന്ഥമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് മൻഹജുസ് സാലിഖീൻ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം. ഇത് രചിച്ചിട്ടുള്ളത് ആധുനികരിൽപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ല എന്നൊരു മഹാനായ പണ്ഡിതനാണ്. സൗദി അറേബ്യയിൽ ഖസീം പ്രവിശ്യയിൽ ജീവിച്ചു മരിച്ചു പോയിട്ടുള്ള ഒരു മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ല. അദ്ദേഹം രചിച്ച മനോഹരമായ ഇത്തരത്തിലൊരു കർമ്മശാസ്ത്ര വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് മൻഹജുസ് സാലിഖീൻ എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പം അതിൽ ഈ പറയുന്നത് പോലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, സക്കാത്തുമായി ബന്ധപ്പെട്ടത്, ഹജ്ജുമായി ബന്ധപ്പെട്ടത്, ഇതൊക്കെ ഉണ്ട്. ഇതിനൊക്കെ പൊതുവെ പണ്ഡിതന്മാർ കിതാബുൽ ഇബാദാത്ത് എന്നാണ് പറയുന്നത്. അതായത് ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധ്യായങ്ങൾ എന്നാണ് ഇതിനെ പറയാറുള്ളത്. അതിനുശേഷം കിതാബുൽ മുആമലാത്ത് ഉണ്ട്, ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിലാണ് കച്ചവടവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, വാടക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ, ഇങ്ങനെ പല വിഷയങ്ങളിലും നമ്മൾ ഇടപാടുകളിലുള്ള ദൈനംദിന ജീവിതത്തിലും അല്ലാത്തതിലുമായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ച് ഇത്തരം ഭാഗങ്ങളിലാണ് പ്രതിപാദിക്കാറുള്ളത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിലെ കിതാബുൽ ബുയൂ, കച്ചവടവുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട കിതാബിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നതിന് ആദ്യ അവസാനം വരെ പൂർണ്ണമായി വായിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല. വളരെ പ്രാധാന്യം അർഹിക്കുന്ന, നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇടപാടുകൾ ചെയ്യാത്തവരായി ആരുമില്ല. ചില ആളുകൾ വിചാരിച്ചേക്കും ഞാനിനി കച്ചവടക്കാരനൊന്നും അല്ലല്ലോ എന്ന് വിചാരിക്കാം. അല്ല, എല്ലാ ആളുകൾക്കും ഇടപാടുകളിൽ ഏർപ്പെടുക എന്നുള്ളത് ഓരോ മനുഷ്യനും, ആണും പെണ്ണും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഈ മസ്ജിദിലേക്ക് എത്തിച്ചേർന്ന സമയത്ത് പല ഇടപാടുകളും നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വസ്തുത. നമ്മളൊരു വാഹനത്തിലാണ് വരുന്നത് എങ്കിൽ നമ്മളതിൽ ഇന്ധനം നിറച്ചിട്ടുണ്ടാകും, അവിടെ ഒരു ഇടപാട് നമുക്കുണ്ട്. ഇനി അതിലേത് നിലക്കാണെങ്കിലും ശരി, നമുക്ക് ആ വരുന്ന വഴിയിലോ പോകുന്ന വഴിയിലോ ഒക്കെ പല ഇടപാടുകൾ നമ്മൾ നടത്തുന്നുണ്ടാകും. എത്രത്തോളം നമ്മളൊരു മസ്ജിദിൽ കയറി നിസ്കരിക്കുന്നത് പോലും ഒരു ഇടപാടാണ്. വഖഫ് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ഇടപാടാണ്.
ഓരോ ഇടപാടിലും നമ്മൾ പാലിക്കേണ്ടതായ കാര്യങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. അത് പുരുഷന്മാരും സ്ത്രീകളൊക്കെ അറിയണം. സ്ത്രീകൾ കച്ചവടം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ സ്ത്രീകൾ നന്നായി പഠിക്കേണ്ടതുണ്ട്. കാരണം അങ്ങാടികളിൽ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകളെയാണ്. അവരാണ് സാധനങ്ങൾ വാങ്ങുന്നിടത്തും മറ്റുമൊക്കെ കാണുന്നത്. അപ്പോൾ എന്ത് വാങ്ങണം, എന്ത് വാങ്ങാൻ പാടില്ല, എങ്ങനെ വാങ്ങണം, ഏതൊക്കെ കാര്യങ്ങൾ ഏത് രൂപത്തിൽ വാങ്ങണം എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ അത്തരം കൊടുക്കൽ വാങ്ങലുകളിൽ തെറ്റായ രീതിയിൽ വരും. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ കാര്യങ്ങളും ചോദ്യം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചപ്പോൾ സമ്പത്തിനെക്കുറിച്ച് പറഞ്ഞത് അവിടെ 2 കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നതാണ്. സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എന്തിലാണത് ചെലവഴിച്ചത്. ഈ 2 ചോദ്യങ്ങൾക്കും സാമ്പത്തികമായി കഴിവുള്ള ഓരോരുത്തരും മറുപടി പറയേണ്ടി വരും. എങ്ങനെയാണ് ഇത് സമ്പാദിച്ചത്? ഹലാലായ മാർഗത്തിലാണോ, ഹറാമായ മാർഗത്തിലാണോ, ഏതിലാണ് അത് വിനിയോഗിച്ചത്? ഹലാലായ കാര്യത്തിൽ തന്നെയാണോ, അതല്ല ഹറാമായ കാര്യത്തിലാണോ? ഇതിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതല്ലാതെ ഒരടിമയുടെ കാല് മുന്നോട്ടേക്ക് വെക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടപാടുകളിൽ വല്ല അബദ്ധങ്ങളും സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന് പഠിക്കുന്നതിന് വേണ്ടി ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഈ ഭാഗത്തിന് തലക്കെട്ട് കൊടുത്തത് കിതാബുൽ ബുയൂ എന്നാണ്. ബൈഇൻ്റെ, കച്ചവട ഇടപാടിൻ്റെ അധ്യായം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം എന്താണ് അൽ ബുയൂ എന്ന് പറഞ്ഞാൽ? കച്ചവടം എന്ന് പറയുന്ന ബൈ എന്ന അറബി വാക്കിൻ്റെ ബഹുവചനമാണ് അൽ ബുയൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പണ്ഡിതന്മാർ അതിന് നിർവചനം പറഞ്ഞിട്ടുണ്ട്. എന്താണ് കച്ചവടം എന്ന് പറയുന്നത്, കച്ചവട ഇടപാട് എന്ന് പറയുന്നത് എന്താണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത് അന്നഹു മുബാദലതു മാലിൻ ഔ മൻഫഅത്തിൻ മുബാഹ ബിമിസ്ലിഹിമാ അലാ സബീൽ അത്തഅബീദ് ഗൈറ ഖർളിൻ വരിബ. കച്ചവടം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് മുബാദലതു മാലിൻ ഔ മൻഫഅത്തിൻ മുബാഹ, അത് മാലോ സമ്പത്തോ അതല്ലെങ്കിൽ ഉപകാരമുള്ള അനുവദിക്കപ്പെട്ട ഒരു കാര്യമോ പരസ്പരമുള്ള ഇടപാടുകളാണ്, ട്രാൻസാക്ഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാടുകളാണത്. ബിമിസ്ലിഹിമ അലാ സബീൽ തബീദ്, എന്നേക്കുമായിട്ടുള്ള ഇടപാടായിരിക്കും, താൽക്കാലികമായിട്ടുള്ളതിനല്ല അത് പറയുന്നത്. അത് കടവും പലിശയും അതിൽ നിന്ന് മാറ്റമാണ് എന്നാണ് പറയുന്നത്. ഓരോന്ന് നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാം. ഒന്നാമതായി പറഞ്ഞത് കച്ചവടം എന്ന് പറയുന്നത് മുബാദലത്തു മാലാണ്. 2 ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉണ്ടാവും. ഒരാൾ കൊടുക്കുന്നവനായിരിക്കും, ഒരാൾ വാങ്ങുന്നവനായിരിക്കും. ഇതാണ് എപ്പോഴും കച്ചവടത്തിൽ സംഭവിക്കുന്നത്. എനിക്ക് കച്ചവടമല്ലാതെ വാടകയാണെങ്കിലും ശരി, അതല്ല മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ശരി, ഇങ്ങനെ 2 തുറഫുണ്ടാകും. ഇവിടെ കച്ചവടത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് പരസ്പരം ഒരാൾ സമ്പത്ത്, ഒരു പണം കൊടുക്കുന്നു, അതല്ലെങ്കിൽ മറ്റൊരു സാധനം വാങ്ങിക്കുന്നു. ഇനി പണം തന്നെ കൊടുക്കുക എന്നുള്ളത് അല്ല കച്ചവടം എന്ന് പറഞ്ഞാൽ. കച്ചവടം എന്ന് പറഞ്ഞാൽ അത് പണം തന്നെ കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്തതിന് ശേഷമായിരിക്കും അതിൻ്റെ പകരം മറ്റൊരു വേതനം വാങ്ങിക്കുക. അവിടെ അവൻ പണമൊന്നും അങ്ങോട്ട് കൊടുത്തിട്ടില്ല, മറിച്ച് അവനൊരു ഉപകാരമാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കൊടുത്തു, ഞാനൊരു കാറ് കൊടുത്തു, പകരം ഞാൻ വേറൊരു കാർ ഇങ്ങോട്ടേക്ക് വാങ്ങി. ഇത് ഇടപാടാണ്. ഇതൊക്കെ സാമ്പത്തികമായ ഇടപാട് എന്നാണ് ഷറഈൻ്റെ ഭാഷയിൽ പറയുന്നത്. കാരണം മാൽ എന്ന് പറഞ്ഞാൽ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ കേവലം ആളുകൾക്കിടയിൽ പൊതുവെ അറിയപ്പെട്ടിട്ടുള്ള നമ്മുടെ കറൻസികളോ മറ്റൊന്നുമല്ല. സമ്പത്ത് എന്ന് പറഞ്ഞാൽ കേവലം കറൻസികളല്ല, മറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് അൽ മാലു കുല്ലു ഐനിൻ തുംലകു വയുൻതഫഉ ബിഹാ, ഉപകാരമുള്ള നമ്മൾ ഉടമപ്പെടുത്തിയ ഏതൊരു കാര്യത്തെയും സമ്പത്ത് എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെ സമ്പത്താണ്. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഫോൺ നമ്മുടെ സമ്പത്താണ്, നമ്മുടെ വാച്ച് നമ്മുടെ സമ്പത്താണ്, നമ്മുടെ കാർ നമ്മുടെ സമ്പത്താണ്. നമുക്ക് ഉപകാരപ്പെടുന്ന, നമുക്ക് നമ്മൾ ഉടമപ്പെടുത്തിയിട്ടുള്ള ഏതൊരു കാര്യവും എന്താണ്, അത് സമ്പത്ത് എന്നാണ് പറയുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടത്തുക എന്നുള്ളത് സാമ്പത്തികമായ ഇടപാട് നടത്തി എന്നതിലേക്കാണ് അത് വരിക. അതുപോലെ ഇവിടെ പറയുന്നു എന്താണ്, അല സബീൽ തഅബീദ് എന്നാണ് പറഞ്ഞത്. കാലാകാലത്തേക്ക് നമ്മൾ വാങ്ങുന്നതിനാണ് പറയുന്നത്. അല സബീൽ തഅബീദ്, കാലാകാലത്തേക്ക് വാങ്ങുന്നതിനാണ് കച്ചവടം എന്ന് പറയുന്നത്. അത് കച്ചവടത്തിൽ നിന്നും നമ്മുടെ വാടകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം വാടക കാലാകാലത്തേക്കുള്ള ട്രാൻസാക്ഷൻ അല്ല. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ അത് തരികയാണ്. കാറാകട്ടെ, വീടാകട്ടെ, മറ്റ് കെട്ടിടങ്ങളാകട്ടെ, ഒരു നിശ്ചിത സമയത്തേക്ക് നമുക്ക് തരുന്നതിനാണ് നമ്മൾ വാടകയ്ക്ക് തഅജീർ എന്ന് പറയുന്നത്. എന്നാൽ ബൈ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കാലാകാലത്തേക്കാണ്. അതീ പറഞ്ഞതുപോലെ സാമ്പത്തികമായ വസ്തുക്കൾ ഉണ്ടാകാം, ചിലപ്പോൾ ഉപകാരങ്ങൾ ഉണ്ടാകാം. മൻഫഅത്ത് എന്ന് പറയുന്നുണ്ട്, മൻഫഅത്തുൽ മുബാഹ എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരാളൊരു വഴിയുടെ അവകാശം കാലാകാലത്തേക്ക് വാങ്ങുകയാണ് എങ്കിൽ അതൊരു സാമ്പത്തികമായ ഇടപാടായിട്ടാണ് പറയുക. അവിടെ നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആ വഴി ഉപയോഗിക്കാനുള്ള അവകാശമാണ്. ആ വഴി നമുക്ക് എഴുതി തരികയില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു വീടുണ്ട്, ആ വീട്ടിൽ നിന്നും
റോഡിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ ഒരാൾക്ക് ഒരുപാട് വളഞ്ഞ് തിരിഞ്ഞ് ചുറ്റിയൊക്കെ വരേണ്ടി വരും. അങ്ങനെയാണ് അയാൾക്ക് ശരിക്കുള്ളൊരു വഴിയുള്ളത്. എന്നാൽ ഇപ്പുറത്തുനിന്ന് ഒരു വ്യക്തിയുടെ വീട്ടിൻ്റെ പരിസരത്തോടുകൂടെ അയാൾക്കൊരു വഴി വാങ്ങിക്കുകയാണ് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് എളുപ്പത്തിൽ ചിലപ്പോൾ റോഡിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അയാളത് വിൽക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ഞാനത് സ്ഥലമായിട്ട് നിനക്ക് വിൽക്കുന്നില്ല, മറിച്ച് നിനക്ക് ഉപകരിക്കാം, നിനക്ക് ഉപയോഗിക്കാം, അങ്ങനെയാണ് ഞാൻ നിന്നുമായിട്ട് ഇടപാട്. ഞാനിതാ ഈ വഴി, 2 അടിയുള്ള ഈ വഴി, 3 അടിയുള്ള ഈ വഴി, ഞാൻ നിനക്കിത് 10 ലക്ഷം രൂപക്ക് വിറ്റിരിക്കുന്നു. അത് എപ്പോഴേക്കാണ്? അത് സ്ഥിരമായിട്ട്. അതായത് സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ മരിച്ചാൽ ഇയാൾ അനന്തരാവകാശികൾക്കും അത് ലഭിക്കും. ആ വീട്ടിൽ ആരൊക്കെ വന്ന് താമസിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഈ വഴി നടന്ന് ഉപയോഗിക്കാം എന്ന നിലക്കത് വിൽക്കുകയാണ്. അതിനാണ് ബൈ എന്ന് പറയാം. അവിടെ നമുക്കൊരു വസ്തുവില്ല, നമ്മൾ പണം കൊടുത്തുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നത് ഒരു അവകാശം മാത്രമാണ്. ആ സ്ഥലം നമ്മുടേതല്ല, അത് നമുക്ക് വേറൊരാൾക്ക് വിൽക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കെട്ടിടം ഉണ്ടാക്കാനോ നമ്മുടെ വീട്ടിൻ്റെ എന്തെങ്കിലും എക്സ്റ്റൻഷൻ നടത്താനോ ഒന്നും നമുക്ക് അനുവാദമില്ല. നമുക്ക് വിറ്റ കാര്യം അതിലുള്ള മുറൂറാണ്, അതിലൂടെ നടന്നു പോകുക എന്നുള്ള പാസേജ് മാത്രം. അതാണ് ഇത്രയും രൂപക്ക് വിറ്റത്, അത് വിൽക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വിൽക്കുന്നതാണ്, അത് ഉപയോഗമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ സഹോദരങ്ങൾ, ഇതെല്ലാം ഏതിൽപ്പെടുന്ന കാര്യമാണ്? ഇതെല്ലാം മാൽ എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഈ വസ്തുക്കളെല്ലാം ഉടമപ്പെടുന്നുണ്ട്. ഇതെല്ലാം പരസ്പരമുള്ള ഇടപാടുകൾ നടത്തുന്നതൊക്കെയും എന്താണ്? നമ്മൾ കച്ചവടം അല്ലെങ്കിൽ ഈ പറയുന്ന ബൈ എന്ന് പറയുന്ന കാര്യത്തിൽ പെടുന്നതാണ്. ഒരു കാറ് കൊടുത്തു, ഒരാൾ വേറൊരു കാറ് വാങ്ങി, ഒരു പണം കൊടുത്തു കാറ് വാങ്ങി, ഈ പറഞ്ഞ വഴിയുടെ അവകാശം വാങ്ങി, ഇതെല്ലാം ഈ നിലക്ക് വരുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ് കച്ചവടത്തിൻ്റെ വിധിയാണ് എന്താണ്? ദീനുൽ ഇസ്ലാമിൽ കച്ചവടം ചെയ്യുക എന്ന് പറയുന്നത് അത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാം, അജ്മഅ അൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾക്ക് ഏകാഭിപ്രായമാണ് അല അന്നൽ ബൈഅ ജായിസുൻ ഫിൽ ജുംല, മൊത്തത്തിൽ കച്ചവടം എന്ന് പറയുന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതാണ് അദ്ദേഹം ഇവിടെ അബ്ദുറഹ്മാൻ നാസിർ സഅദ് റഹിമഹുല്ലാ പറയുന്നത്, അൽ അസ്ലു ഫീഹി അൽ ഹിൽ, കച്ചവടത്തിൻ്റെ അടിസ്ഥാന നിയമം എന്താണെന്ന് ചോദിച്ചാൽ അൽ അസ്ൽ അത് ഹില്ലാണ്, അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഖാല അല്ലാഹു തആല വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹു കച്ചവടത്തെ നിങ്ങൾക്ക് ഹലാലാക്കി നൽകുകയും പലിശയെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കി നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബൈഇൻ്റെ അടിസ്ഥാനപരമായ നിയമം എന്താണെന്ന് ചോദിച്ചാൽ അത് ഹലാലാണെന്നാണ്. ഇപ്പോൾ ഇവിടെ പല ഗ്രന്ഥങ്ങളിലും അതിൻ്റെ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, പല ഗ്രന്ഥങ്ങൾ അൽ അസ്ലു ഫീഹി, അതിൻ്റെ അടിസ്ഥാനപരമായ നിയമം എന്ന് പറഞ്ഞാൽ അത് ഹില്ലാണ്, അനുവദിക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാരവിടെ 2 കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്ന് പറയുന്നു. പല വിഷയങ്ങളിലും പറയും അതിൻ്റെ അടിസ്ഥാനം അത് ഹില്ലാണ്, അത് ഹലാലാണ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഒരാൾ ഒരു കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ ആ കച്ചവടം ചെയ്യാനുള്ള തെളിവെന്ത് എന്ന് അയാളോട് ചോദിക്കേണ്ടതില്ല, അത് ഹലാലാകാനുള്ള തെളിവെന്ത് എന്നുള്ള അയാളോട് ചോദിക്കേണ്ടതില്ല. കാരണം അടിസ്ഥാനപരമായി എല്ലാ കച്ചവടവും ഹലാലാണ്. മറിച്ച് അത് ഹറാമാണെന്ന് പറയുന്നവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനം ഹലാലാണ് എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഹറാം എന്ന് പറയുന്നവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു തേങ്ങ കച്ചവടം നടത്തുന്നു, ഒരാൾ വേറെ എന്തെങ്കിലും പറമ്പ് കച്ചവടം നടത്തുന്നു, പറമ്പ് കച്ചവടം നടത്താൻ ദീനിലെവിടെ തെളിവ് എന്ന് ചോദിക്കേണ്ടതില്ല. തേങ്ങ കച്ചവടം നടത്താമെന്ന് ദീനിലെവിടെ തെളിവ് എന്ന് ചോദിക്കേണ്ടതില്ല. മറിച്ച് തെളിവ് കൊണ്ടുവരേണ്ടത് അത് ഹറാമാണെന്ന് പറയുന്നവനാണ്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അൽ അസ്ലു ഫീഹി അൽ ഹില്ലു എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. അടിസ്ഥാനപരമായി എല്ലാ കച്ചവടവും ഹലാലാണ്. ഇനി ഒരു കച്ചവടം നിഷിദ്ധമാണ് എന്ന് പറയുന്നവരാണ് എന്ത് ചെയ്യേണ്ടത്? അതിന് തെളിവ് കൊണ്ടുവരേണ്ടത്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ വാക്കിൻ്റെ മറ്റൊരർത്ഥം അടിസ്ഥാനപരമായി ഹലാലാണ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഹറാമാകുന്ന മേഖലകളുമുണ്ട്. കച്ചവടം അടിസ്ഥാനപരമായി ഹലാലാണ് എന്ന് പറയുമ്പോൾ ആ കച്ചവടം തന്നെ ഹറാമാകുന്ന മേഖലകൾ കൂടിയുണ്ട് എന്ന സൂചനയും ആ വാക്കിലുണ്ട്. ചില പ്രത്യേക രൂപത്തിലുള്ള വസ്തുക്കൾ വിൽക്കുകയാണെങ്കിൽ, ചില പ്രത്യേക രൂപത്തിലുള്ള രീതിയിലാണ് കാര്യങ്ങൾ വിൽക്കുന്നത് എങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവിടെ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരും. എന്നാൽ അടിസ്ഥാനപരമായി അല്ലാഹു തആല കച്ചവടത്തെ നമുക്ക് ഹലാലാക്കി നൽകിയിരിക്കുന്നു. വഅഹല്ലല്ലാഹു അൽ ബൈഅ, എല്ലാവിധത്തിലുള്ള കച്ചവടവും അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കി നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫജമീഉൽ അഅയാനി മിൻ അഖാരിൻ വഹയവാനിൻ വഅസാസിൻ വഗൈരിഹാ യജൂസ് ഈഖാഉൽ ഉഖൂദി അലൈഹാ ഇദാ തമ്മത് ശുറൂത്തുൽ ബൈ. അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളും, അത് പ്രോപ്പർട്ടികളാകട്ടെ, അഖാറാകട്ടെ, റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ആകട്ടെ, വാഹനമാകട്ടെ, മൃഗങ്ങളാകട്ടെ, അതുപോലെ ഫർണിച്ചറുകളാകട്ടെ, എന്തുമാകട്ടെ, അതിൻ്റെ എല്ലാം നമുക്ക് കച്ചവടം കോൺട്രാക്റ്റിൽ ഏർപ്പെടുക എന്നുള്ളത് അത് യജൂസാണ്, ജായിസാണ്. പക്ഷേ ഇദാ തമ്മത് ശുറൂത്തുൽ ബൈ, ബൈഇന് കച്ചവടത്തിന് ചില നിബന്ധനകളുണ്ട്. അത് പാലിച്ചാൽ ഈ പറയുന്ന എന്ത് വസ്തുവും നമുക്ക് വിൽക്കാം. ഉപകാരമുള്ള എന്ത് വസ്തുവും വിൽക്കുകയോ വാങ്ങുകയോ മറിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. ഇദാ തമ്മത് ശുറൂത്തുൽ ബൈ, ബൈഇൻ്റെ കച്ചവടത്തിൻ്റെ നിബന്ധനകൾ പാലിച്ചാൽ എന്ന് പറയാം. അപ്പോൾ ഏതൊരു കാര്യത്തിനും അതിന് നിബന്ധനകൾ ദീനുൽ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്.
നമ്മൾ നേരത്തെ നിസ്കാരത്തിൻ്റെ നിബന്ധനകളൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. വുളു എടുത്തിരിക്കണം, നിസ്കാരത്തിൻ്റെ നിബന്ധനയാണ്. വുളു എടുക്കാതെ ഒരാൾ വന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. അതേപോലെ ഓരോ കാര്യത്തിനും, സക്കാത്തിനും ഹജ്ജിനും ഒക്കെ അതിൻ്റെ നിബന്ധനകളുണ്ട്. കച്ചവടത്തിനും അതിൻ്റെ നിബന്ധനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ശേഷം അദ്ദേഹം ആ നിബന്ധനകൾ ഏതൊക്കെയാണ് എന്നതാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഫമിൻ അഅ്ളമി ശുറൂത്ത്, ആ നിബന്ധനകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള നിബന്ധന എന്ന് പറയുന്നത് അർറിദാ, തൃപ്തി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം തെളിവായി കൊടുക്കുന്നു, ലിഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക്. അല്ലാഹു തആല ഹറാമായ കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇല്ല അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും, നിങ്ങൾ പരസ്പരം അന്യായമായി സമ്പത്ത് ഭുജിക്കാൻ പാടില്ല. ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങൾ അന്യായമായി പരസ്പരം വസ്തുക്കൾ വാങ്ങി തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അനുവദിക്കപ്പെട്ട കാര്യത്തെ അല്ലാഹു തആല പറഞ്ഞു, ഇല്ല അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കച്ചവടം നിങ്ങൾക്ക് അനുവദനീയമാണ്. അത് അനുവദിക്കപ്പെടാത്ത അന്യൻ്റെ സമ്പത്തല്ല. അതല്ല എങ്കിൽ അന്യത്തിൻ്റെ സമ്പത്ത് നിങ്ങൾ എടുക്കാൻ പാടില്ല. എന്നാൽ തൃപ്തിപ്പെട്ട ഒരാൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അയാൾ തരുന്ന പൈസ അത് നിങ്ങൾക്ക് ഹലാലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ പരസ്പരമുള്ള അത്തറാലി, ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ലാ റിള എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും വിശദീകരിക്കുന്നിടത്ത് പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് ഒന്നുകൂടി അത്തറാലി, പരസ്പരം തൃപ്തി ഉണ്ടാവുക എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അത് ഒന്നുകൂടി നന്നായേനെ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് പറഞ്ഞത്, അൻ തറാദിൻ, രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തി ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കച്ചവടം ചെയ്യുമ്പോൾ തൃപ്തിപ്പെട്ടിട്ട് മാത്രമേ നമുക്ക് ഒരാളിൽ നിന്നും വാങ്ങാൻ പറ്റുകയുള്ളൂ. എങ്ങനെയാണ് തൃപ്തിപ്പെടാതെ ഒരാൾ ഒരു കാര്യം വാങ്ങുക? അങ്ങനെയുള്ള വല്ല കച്ചവടവും നാട്ടിൽ നടക്കാറുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. എങ്ങനെയാണ് തൃപ്തിപ്പെടാത്ത കച്ചവടം? അതായത് ഒരാളെ നിർബന്ധിച്ചുകൊണ്ട് വാങ്ങിക്കുക എന്നുള്ളത്. അയാൾക്ക് താല്പര്യമില്ല അത് വിൽക്കാൻ, അത് നിർബന്ധിക്കുക പലതരത്തിലുണ്ടാവും. ഭീഷണി സ്ഥലത്തിൽ കച്ചവട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചില പ്രത്യേക സ്ഥലത്തുള്ള പ്രോപ്പർട്ടികൾ അവർക്ക് വേണം. അതൊരു സാധുവായൊരു മനുഷ്യൻ്റെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ അയാളാണെങ്കിൽ അവിടെ ഒന്നും ചെയ്യുന്നില്ല, അയാൾ അത് വിൽക്കുന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ഗുണ്ടകളൊക്കെ വിട്ട് അയാളോട് പറയും, ഈ സ്ഥലം നിങ്ങൾ വിറ്റണം, എത്ര പൈസ നമ്മൾ തരാൻ തയ്യാറാണ്, നിങ്ങൾ വിറ്റേ പറ്റൂ. അയാൾ ഇല്ല, ഞാൻ വിൽക്കണില്ല എന്നയാൾ പറഞ്ഞാൽ അയാളെ ഭീഷണിപ്പെടുത്തും. നിങ്ങൾ വിറ്റിട്ടില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നമ്മൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, നിങ്ങൾ വെറുതെ വിടുകയില്ല എന്ന രൂപത്തിൽ ഭീഷണിപ്പെടുത്തി അയാളോട് അയാളുടെ മുദ്രപത്രത്തിൽ അത് കൃത്യമായി ഞാൻ വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒപ്പിടിയിച്ച് അങ്ങനെ നിർബന്ധിച്ചിട്ട് വാങ്ങിക്കുന്ന കച്ചവടങ്ങൾ ചെയ്യാറുണ്ട്. പല രാഷ്ട്രീയക്കാരും അതല്ലാത്തവരും ഒക്കെ ഇത്തരത്തിലുള്ള ഇതിൽ കാര്യങ്ങളിൽ ചെയ്യുന്നത് പലപ്പോഴും അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് ഹറാമായ കാര്യമാണ്. അത് കച്ചവടം നടക്കുകയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കച്ചവടം നടക്കുകയില്ല, തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ബാത്തിലായ കച്ചവടമാണ്. കാരണം അയാളെ നിർബന്ധിച്ചിട്ടാണ് ആ കച്ചവടം ചെയ്തിട്ടുള്ളത്. അത് വാങ്ങാൻ പാടില്ല. അതിനൊരിപ്പോൾ കടയിലാണെങ്കിലും ശരി, ഇപ്പോൾ കടയിലൊരു വസ്തു ഒരാൾ കൊണ്ടുവച്ചിട്ടുണ്ട്, അപ്പോൾ ഒരാൾ പോയിട്ട് പറയും ഈ കാര്യം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ പറയും ഇല്ലില്ല, ഞാനത് കൊടുക്കാൻ വെച്ചതല്ല, അത് എനിക്ക് വേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ വേറൊരാൾക്ക് വെച്ചതാണ് എന്ന് അയാൾ പറഞ്ഞാൽ നിനക്ക് പിന്നെ വേറെ വർത്തമാനം ഇല്ല, അതെനിക്ക് തന്നേ പറ്റും, ഞാൻ എടുത്ത് കൊണ്ടുപോകും, പൈസ ഇതാ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു 10 രൂപ അധികം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഇയാൾക്ക് തൃപ്തിയില്ല, ഞാൻ വിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം അയാൾ അത് വിൽക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിൽക്കണ്ടെന്ന് അയാൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അയാളെ നിർബന്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, അത് വാങ്ങാൻ സാധിക്കുകയില്ല. അതാണ് പരസ്പരം തൃപ്തി ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇനി നേരെ തിരിച്ചുണ്ടാവാം. അപ്പോൾ ഒരാൾക്കൊരു സാധനം വേണ്ട, അപ്പോൾ അയാൾക്ക് ആ സാധനം കൊണ്ട് ഇനി എന്തായാലും ഇത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് അയാൾക്ക് ആ സാധനം അവിടെ കൊണ്ടുവച്ചിട്ട് അയാളുടെ എന്ത് ചെയ്യുക, പൈസ വാങ്ങിക്കുക. ഇനിയിപ്പോൾ പൈസ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ കച്ചവടം ഇടപാടവിടെ നടത്തിയിട്ട് പിന്നെ പൈസ തന്നാൽ നിർബന്ധിച്ചിട്ട് ഒരാളെ കൊണ്ട് എടുപ്പിക്കുക. അയാൾക്ക് യാതൊരു താല്പര്യമില്ല, അയാളെ നിർബന്ധിച്ചെടുപ്പിച്ചതാണ്, അയാൾക്ക് ആവശ്യമേ ഇല്ല. അയാളെ കൊണ്ട് നിർബന്ധിച്ച് പറഞ്ഞു നീ എന്തായാലും എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശരിയാവുകയില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഒരാളെ കൊണ്ട് അത് പൈസ അത് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ആ കച്ചവടം ഇടപാട് നടത്തിയാലോ ആ സമ്പത്ത് ഹലാലാവുകയില്ല, ആ കച്ചവടം ശരിയാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇന്നമൽ ബൈഉ അൻ തറാദിൻ, തീർച്ചയായും കച്ചവടം പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ താരിഖുൽ കബീറിലും ഇബ്നു മാജ, ഇബ്നു ഹിബ്ബാൻ, അൽ ബൈഹഖി പോലെയുള്ള മുഹദ്ദിസുകളൊക്കെ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല സ്വഹീഹാണ്, ശരിയായ ഹദീസാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ പരസ്പരം തൃപ്തിയില്ലാതെ ഒരാൾക്കൊരു കച്ചവടം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഇതേപോലെ പലപ്പോഴും നടക്കാറുണ്ട്. ചിലപ്പോൾ ആരുടെയെങ്കിലൊക്കെ വലിയ ആൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ മക്കളെയോ മറ്റോ ഒക്കെ തട്ടിക്കൊണ്ടുപോവുക, എന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തും. നിൻ്റെ മകളെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, കൊന്നുകളയും, നീ എനിക്ക് ഇന്ന സ്ഥലത്തുള്ള ആ പ്രോപ്പർട്ടി മുഴുവൻ എൻ്റെ പേരിലേക്ക് ആക്കി തരണം. അത് ചിലപ്പോൾ ഫ്രീ ആയിട്ട് ചോദിക്കുന്നവരുണ്ടാവും, അതല്ലെങ്കിൽ അത് ഞാൻ ഇത്ര രൂപ തരും, നീ തന്നേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യും,
ആളുകൾ ആ നിലക്ക് കച്ചവടമൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്താൽ അത് ഹലാലാവുകയില്ല. കാരണം തൃപ്തിയില്ലാതെ കച്ചവടം നടക്കുകയില്ല. വിൽക്കുന്നവൻ അവന് തൃപ്തി വേണം അത് കൊടുക്കാൻ, വാങ്ങുന്നവൻ പൈസ കൊടുക്കുന്നത് തൃപ്തിപ്പെട്ടായിരിക്കണം. അതല്ലാതെ ഒരാളുടെ സാധനം നമ്മൾ എടുക്കാൻ പാടില്ല. കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരാളുടെ അയാൾക്ക് തൃപ്തിയില്ലാതെ ഞാനിത് എടുത്തിരിക്കുന്നു പറഞ്ഞാൽ ഇത്ര പൈസക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമുക്ക് അയാൾ വാങ്ങാൻ പറ്റില്ല. നമുക്ക് ബാർഗെയിൻ ചെയ്യാം, എന്നിട്ട് അവസാനം തൃപ്തിപ്പെട്ടിട്ടാണ് നമ്മൾ സാധനം വാങ്ങിക്കേണ്ടത്. അയാളുടെ തൃപ്തിയില്ലാതെ വാങ്ങിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് ശരിയല്ല. കാരണം പണ്ഡിതന്മാർ പറയും ചില ആളുകൾക്ക് ചില സാഹചര്യത്തിൽ അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ അത് പാടില്ല. കാരണം അയാൾക്കത് ആളുകളുടെ മുന്നിൽ അത് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാത്ത നാണമുള്ള വ്യക്തിയാണെങ്കിൽ അപ്പോൾ ആ നാണത്തെ മുതലാക്കിക്കൊണ്ട് ഒരാൾക്ക് അയാളുമായിട്ട് ഇടപാട് നടത്തി കൊണ്ടുപോകുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്നാണ് പറയുന്നത്. എന്നാൽ തൃപ്തിയോടുകൂടി വെക്കുക എന്ന് പറയുന്ന സമയത്ത് അതിൽ നിന്നും ചില സാഹചര്യങ്ങളിൽ ഒഴിവാണ്. ഏതുപോലെ പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ വലിയൊരു പണക്കാരനാണ്. അയാൾ ഒരുപാട് ആളുകളിൽ നിന്നും പണം വാങ്ങിയിട്ട് കച്ചവടത്തിനോ മറ്റോ ഒക്കെ വാങ്ങിയിട്ട് ഒരുപാട് ആളുകൾക്ക് കച്ചവടത്തിൻ്റെ പണം തിരിച്ചു കൊടുക്കാനുണ്ട്. അയാൾ അവരുടെ പണമൊക്കെ കൊണ്ടുപോയി നശിപ്പിച്ചു, അത് തിരിച്ചു കൊടുക്കാനുണ്ട്. പിന്നീട് ആളുകൾ വരുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യുന്നില്ല, പണം ഒന്നും കൊടുക്കുന്നില്ല. അയാൾ പണം കൊടുക്കുന്നില്ല. അയാൾ പറയേണ്ട കയ്യിൽ പൈസ ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇയാൾക്ക് ചിലപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായേക്കാം, അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായേക്കാം. അയാൾ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പുറമെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒരാൾക്കുണ്ടായേക്കാം. പക്ഷെ അയാൾ അതൊന്നും വിറ്റിട്ട് തരാൻ തയ്യാറാകുന്നില്ല. എനിക്ക് പൈസ കിട്ടിയാൽ തരും, അതല്ലാതെ സ്ഥലം വിറ്റിട്ടൊന്നും ഞാൻ തരികയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ഇസ്ലാമിക കോടതിയിൽ അയാൾ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഖാദിക്ക് അയാളെ നിർബന്ധിപ്പിച്ചിട്ട് ആ സ്ഥലം വിൽപ്പിക്കാം, ആ വിൽപ്പനക്ക് കൊടുക്കാൻ പറയാമെന്നാണ്. അത് ഇതിൽ നിന്നും ഒഴിവാണ് എന്നാണ്. അത് ഖാദിക്ക് തീരുമാനിക്കാം. എന്ത് ഇന്ന സ്ഥലമൊക്കെ നീ എന്ത് ചെയ്യണം, അത് വിൽക്കണം. ഇപ്പോൾ ഒരാൾക്ക് 10 ആൾക്ക് 10 ലക്ഷം രൂപ വെച്ച് കൊടുക്കാനുണ്ട്. ഇയാൾക്ക് 1 കോടി രൂപയുടെ സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്. അയാൾ അത് കൊടുക്കുന്നില്ല. അയാൾ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആളുകളോട് പൈസ തരാതിരിക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിക ഭരണകൂടത്തിന് ഖാദിക്ക് എന്ത് ചെയ്യാൻ തീരുമാനം എടുക്കുക, അയാളെ നിർബന്ധിച്ചിട്ട് അവിടെ വെക്കാം. അപ്പോൾ അയാൾക്ക് തൃപ്തി ഉണ്ടാവുകയില്ല, ശരിയാണ്. പക്ഷേ അത് ഈ കാര്യത്തിൽ നിന്ന് ഒഴിവാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. അടിസ്ഥാനപരമായി നമുക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ കച്ചവടം ചെയ്യാൻ അത് സാധിക്കുകയുള്ളൂ, കച്ചവടം സഹിഹാവുകയുള്ളൂ, അല്ലെങ്കിൽ ബാത്തിലായി പോകും. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നിർബന്ധിപ്പിച്ച് അയാളെ കൊണ്ട് അത് വിൽപ്പിച്ചിട്ട് അയാളുടെ പൈസ അത് കൊടുക്കാനുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ കോടതി വിധിക്കുന്നതായിരിക്കും. കോടതി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതേപോലെ ചില സമയത്ത് മനസ്സില്ലാ മനസ്സോടുകൂടിയൊക്കെ ചിലപ്പോൾ നമുക്ക് ചില സാധനങ്ങളൊക്കെ വിൽക്കേണ്ടി വരും. അത് ഇതിൽ പെടുന്നില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ വിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരുപാട് കടം കയറി, പക്ഷേ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറുണ്ടാവും, ഇഷ്ടപ്പെട്ട വീടുണ്ടാവും. അപ്പോൾ അയാൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൽ മനസ്സില്ലാ മനസ്സോടെ അത് വിൽക്കും. ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അത് വിറ്റാലേ ശരിയാവുകയുള്ളൂ. അപ്പോൾ അത് ഇതിൽ നിന്നും തൃപ്തി എന്ന് പറയുന്നതിൻ്റെ നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ല. അതായത് തൃപ്തി എന്ന് പറഞ്ഞാൽ അയാൾക്ക് പൂർണ്ണ സന്തോഷം എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അയാൾ ആരെയും നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിലല്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ തറാലി എന്ന് പറഞ്ഞാൽ ഗൈറുൽ മുക്രഹ്, അയാൾ ആരും നിർബന്ധിക്കപ്പെട്ട അവസ്ഥയല്ല എന്നത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ലാതെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുക്കേണ്ടി വരും. മുൻഗാമികളായ ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ഗ്രന്ഥങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടാകും. അവർ എഴുതി വെച്ചതോ അതല്ലെങ്കിൽ അവരെവിടുന്നെങ്കിലൊക്കെ വാങ്ങി സംഘടിപ്പിച്ചതുമായ ഗ്രന്ഥം ഉണ്ടാവും. പക്ഷേ പിൽക്കാലത്ത് അവർക്ക് അവരുടെ ജീവിതമാർഗം ഉപാധികളൊന്നും തികയാതെ വരുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങാടികളിൽ പോയി ആ വില പിടിച്ച ഗ്രന്ഥങ്ങൾ ചിലപ്പോൾ അവർക്ക് വിൽക്കേണ്ടി വരും. അപ്പോൾ അവരങ്ങനെ അത്തരം കവിതകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവർക്ക് വേറെ വഴിയില്ല, അത് കൊടുത്തിട്ട് കിട്ടിയ പണം കൊണ്ട് വേണം ഇനി ചിലവ് കൊണ്ടുപോയി നടത്താൻ. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യും, അത് വിൽക്കുകയൊക്കെ ചെയ്യും. അത് മനസ്സില്ലാ മനസ്സോടെ വിൽക്കുക എന്ന് പറയുന്നത് തൃപ്തിക്കെതിരല്ല. അയാളാരും നിർബന്ധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഉറപ്പുവരുത്തേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഖാദിയുമായി ബന്ധപ്പെട്ട ആ വിഷയം അത് അതിൽ നിന്ന് ഒഴിവാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഒന്നാമത്തെ നിബന്ധന. കച്ചവടം ശരിയാകണമെങ്കിൽ അത് അത്തറാലി, 2 ഭാഗത്തിൽ നിന്നും, അത് ബായും മുഷ്തരിയും, വിൽക്കുന്നവനും വാങ്ങുന്നവനും പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കണം. അത് അല്ലാഹു തആലയുടെ ആയത്തിൽ വന്ന കാര്യമാണ്. രണ്ടാമതായി അദ്ദേഹം പറയാണ്, നാസർ സഅദി റഹിമഹുല്ലാഹ് പറയാണ്, വഅല്ലാ യകൂന ഫീഹാ ഗററുൻ വജഹാല ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ ബൈഇൽ ഗറർ. ആ കച്ചവടത്തിൽ ഒരു അവ്യക്തതയും വഞ്ചനയും നിറഞ്ഞ രൂപത്തിലുള്ള കച്ചവടമാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള ഗറർ, ബൈഉൽ ഗറർ എന്ന് പറയുന്ന കച്ചവടത്തെ വിലക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് അൽ ഗറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു അവ്യക്തത. എന്താണ് വിൽക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. എന്താണ് കച്ചവടത്തിൻ്റെ വസ്തു അതറിയുന്നില്ല, അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ മൂല്യം നിശ്ചയിച്ചത് എന്നറിയുന്നില്ല, അത് പറയുന്നില്ല. അങ്ങനെ നടക്കുന്ന കച്ചവടമാണ് ബൈഉൽ ഗറർ എന്ന് പറയുന്നത്. അത് എത്രയാണ് പ്രൊഡക്റ്റ് ആണോ അറിയുന്നില്ല, അതിൻ്റെ കൊടുക്കുന്ന പണം എന്താണോ എന്നുള്ളത് അറിയുന്നില്ല. ഉദാഹരണം എളുപ്പം മനസ്സിലാകാൻ ഞാൻ പറയുകയാണെങ്കിൽ,
ഒരാൾ പറയാണ്, എൻ്റെ പോക്കറ്റിലുള്ള ഈ വസ്തു ഞാൻ നിനക്ക് 500 രൂപക്ക് വിറ്റിരിക്കുന്നു. അപ്പോൾ എന്താ വസ്തു എന്ന് ഞാൻ പറയില്ല. എൻ്റെ പോക്കറ്റിലുള്ള ഈ വസ്തു 500 രൂപ തന്നാൽ ഞാൻ കച്ചവടമാക്കുന്നു. അപ്പോൾ ഇയാൾ എന്താ വസ്തു ഒന്നും അറിയുന്നില്ല. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, 500 രൂപ ഉണ്ടാകും. എൻ്റെ പോക്കറ്റ് ചിലപ്പോൾ 10 റുപ്യക്ക് എടുത്തു കൊടുക്കും. ഇതാണ് എൻ്റെ പോക്കറ്റിലുള്ള വസ്തു. ഇങ്ങനെ പറഞ്ഞ ഇടപാട് നടത്തും. അല്ലെങ്കിൽ ചില സമയത്ത് ചിലപ്പോൾ ഇവന് ലാഭമായിരിക്കും. പോക്കറ്റിലുള്ള ചിലപ്പോൾ 1000 റുപ്യൻ്റെ മുതലൊക്കെ ഉണ്ടായേക്കാം. അത് ബൈ ഉൽ ഗററാണ്. കാരണം എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് അറിയില്ല. അതല്ലെങ്കിൽ നേരെ തിരിച്ചും വരാം. ഒരാൾ പറയാണ്, ഞാനിതാ ഈ വസ്തു, ഈ ഒരു ടാബ്ലറ്റ്, ഇത് ഞാൻ എൻ്റെ പോക്കറ്റിലുള്ള ഈ പണത്തിന് എനിക്ക് തരാൻ തയ്യാറുണ്ടോ എന്ന് പറയും. എത്ര പണം അതറിയില്ല, അത് എണ്ണി നോക്കിയിട്ടോ തിട്ടപ്പെടുത്തിയിട്ടോ ഒന്നുമില്ല. എൻ്റെ പോക്കറ്റിൽ ഒരു അട്ടി പണമുണ്ട്, ഒരു 500 രൂപയുടെ കുറച്ച് അട്ടിയുണ്ട്. ഇതിന് ഈ വസ്തു തരാൻ തയ്യാറുണ്ടോ ഇല്ല. അപ്പോൾ ഇയാളിങ്ങനെ നോക്കിയിട്ട് അട്ടിയൊക്കെ നോക്കി സമ്മതിക്കാം, വേണോ വേണ്ടതെന്നൊക്കെ വിചാരിച്ചാൽ തയ്യാറാണ്, ഓക്കെയാണ്. അപ്പോൾ അത് വാങ്ങി. ചിലപ്പോൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10,000 ഉണ്ടാവാം, 20 നോട്ട് ഉണ്ടാവും. ചിലപ്പോൾ ഒരു 30,000 ഉണ്ടാവാം, 10-60 നോട്ട് ഉണ്ടാകാം, എണ്ണ അറിയില്ല. അപ്പം അങ്ങനെയുള്ള കച്ചവടമാണ് ബൈ ഉൽ ഗറർ. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ അതാണ് ബൈ ഉൽ ഗറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം അത് ബൈ ഉൽ ഗററാണ് എന്നതുകൊണ്ടാണ്. നിർബന്ധിക്കപ്പെട്ട അവസ്ഥ അത് വേറെയാണ്. എന്നാൽ ഒരാൾ നിർബന്ധിക്കപ്പെടാത്തൊരു സാഹചര്യത്തിൽ നമുക്കൊരു സേഫ്റ്റി മെഷറിന് വേണ്ടി ഇൻഷുറൻസ് ഒക്കെ എടുത്തു വച്ചേക്കാം എന്ന് പറഞ്ഞാൽ പല കാര്യത്തിനും പോയി അങ്ങോട്ട് ഇൻഷുറൻസ് എടുക്കും. ആളുകൾ കൈക്കും കാലിനും ഒക്കെ വരെ ഈ കാലഘട്ടത്തിൽ ഇൻഷുറൻസ് എടുക്കാറുണ്ട്, പ്രത്യേകം. ആരും അതിനെ നിർബന്ധിച്ചിട്ടൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അത് നിഷിദ്ധമാണ് എന്ന് പറയുന്നത്? കാരണം അത് ബൈ ഉൽ ഗററാണ്. എന്താണ് അവിടെ അവ്യക്തത? എത്രയാണ് നിനക്ക് അതുകൊണ്ട് കിട്ടുന്ന സേവനം എന്താണ്, അതിൻ്റെ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളത് വ്യക്തതയില്ല. നീ വർഷാവർഷം ചിലപ്പോൾ പ്രീമിയം അടക്കേണ്ടി വരും. ഇപ്പോൾ കൈ ഒരാൾ ഇൻഷുറൻസ് ചെയ്തു. അപ്പോൾ ആ കൈക്ക് വർഷാവർഷത്തിൽ ചിലപ്പോൾ അയാൾ 1 ലക്ഷം രൂപ അടക്കണം. ആ വർഷത്തിൽ അയാളുടെ കൈക്ക് വല്ല പ്രശ്നങ്ങളും വന്നാൽ, കൈ ഒടിഞ്ഞു പോകുകയോ അല്ലെങ്കിൽ കയ്യിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ വന്നാൽ അയാൾക്ക് ആ ചികിത്സ ഫ്രീ ആയിരിക്കും. ആ കൈക്ക് ഒരു ഒടിവോ കാര്യങ്ങളോ വന്നിട്ടില്ല എങ്കിൽ ആ വർഷം ചികിത്സയില്ല. അപ്പം എന്താണ് ആ ഒരു വർഷത്തിൻ്റെ ഇടയിൽ കിട്ടുന്ന ചികിത്സ എന്നുള്ളത് അവ്യക്തത നിലനിൽക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. അതായത് ആ ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭമോ നഷ്ടമോ രണ്ടോ ഈ രൂപത്തിൽ അവർക്ക് ഒരു ചൂതാട്ടം പോലെയാണ് കാര്യം. എന്തെങ്കിലും ഇവന് പറ്റിയാൽ അവർക്ക് പൈസ പോകും, ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ അവർക്ക് ലാഭമാണ്, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ വെറുതെ കിട്ടിക്കൊണ്ടേയിരിക്കും, വർഷാവർഷം ഇങ്ങനെ പൈസ തന്നുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു വർഷം പ്രശ്നം വന്നാൽ അപ്പോൾ മാത്രം അവരുടെ ബാധ്യത ഏറ്റെടുത്താൽ മതി. അത് ഗററാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ, എന്താണ് വസ്തു നമുക്ക് നൽകുന്നത്, എത്രയാണ് രൂപ എന്ന് ഫിക്സ് ചെയ്യാതെ കച്ചവടം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അത്തരം വസ്തുക്കൾ എന്താണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എന്നാൽ ഇതിൽ ചില യസീറായ, അതായത് നമുക്ക് മാറ്റി നിർത്തപ്പെടാൻ പാടില്ലാത്ത, ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പം ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നമ്മളൊരു ബത്തൊക്കെ പോയിട്ട് വാങ്ങുകയാണ്, നമുക്കറിയാം വാട്ടർ മെലൺ. അപ്പോൾ ബത്ത ഒരാൾ പോയി, തണ്ണിമത്തൻ ഒരാൾ കൊണ്ടുപോയി വാങ്ങുന്ന സമയത്ത് നമ്മൾ വാങ്ങുന്ന വസ്തു അതിൻ്റെ പുറത്തുള്ള തോടല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, അതാരും ഉപയോഗിക്കാറില്ല, വലിച്ചെറിയാറാണ്. നമ്മൾ വാങ്ങുന്നത് അതിൻ്റെ അകത്തുള്ള ചുവപ്പ് നിറമുള്ള അതിൻ്റെ ഫ്രൂട്ടാണ്. പക്ഷേ അതിൻ്റെ നിറം എന്താണ്, അതിൻ്റെ രുചി എന്താണ് നമ്മൾ കാണുന്ന പോലും ഇല്ല. അല്ല, നമ്മൾ പൂർണ്ണമായിട്ടുള്ളതാണ് വാങ്ങുന്നത്. പക്ഷേ അത് അങ്ങനെ വിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോരുത്തരും വന്നാൽ ഇങ്ങനെ മുറിച്ച് തിന്ന് നോക്കിയിട്ട് അത് വിൽക്കാൻ പറ്റുമെങ്കിൽ അയാൾ വിൽക്കുന്ന ആൾക്ക് വലിയ നഷ്ടമുണ്ടാകും. കാരണം അയാൾക്കും ഇത് അറിയുന്ന കാര്യമല്ല. അപ്പം അത്തരത്തിലുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ ചില ഗററുകളെ ശരിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇളവ് അതിന് നൽകിയിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഒരു കെട്ടിടം വിൽക്കുകയാണ്, നമ്മളൊരു ചെറിയ റൂമുണ്ട്, പീഡിയ റൂം നമ്മൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുകയാണ്. അപ്പോൾ ആ വിൽക്കുന്ന സമയത്ത് നമ്മൾ ആ മുറി ഒന്നായിട്ട് വിൽക്കുകയാണ്. എന്നാൽ അവിടെ ഉപയോഗിച്ച കമ്പി എന്താണ്, അത് പൊട്ടിച്ച് നോക്കി ആ കമ്പി ഏതാണ്, നല്ല കമ്പി തന്നെയാണോ? കാരണം അതൊക്കെ നമ്മൾ വിൽക്കുകയാണ്, ഒന്നായിട്ട് നമ്മൾ വിൽക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ച സിമൻറ്റ് ഏതാണ്, ആ പെയിൻറ്റിൻ്റെ താഴെയാണ് സിമൻറ്റ് ഉള്ളത്, അതിനെ നോക്കുക. അങ്ങനെ അവിടെയുള്ള ഓരോ കാര്യങ്ങളെയും നമുക്ക് പൂർണ്ണമായി എടുത്തെടുത്ത് നോക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അത് വിൽക്കുന്ന ആളുകൾക്ക് പിന്നീട് അത് വിൽക്കാൻ സാധിക്കുകയില്ല, വാങ്ങുന്ന ആളുകൾക്ക് അത് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ശരീഅത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അതല്ല എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗററായ കാര്യം വാങ്ങാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി, നഹാ അൻ ബൈഇൽ ഗറർ, അങ്ങനെയുള്ള അവ്യക്തതയുള്ള കാര്യങ്ങൾ വാങ്ങാൻ പാടില്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം അൽ ബൈഹഖി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിച്ചത് കാണാൻ അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചത് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് സഹീഹാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ലാ തഷ്തറു സമക ഫിൽ മാ ഫൈനഹു ഗറർ, നിങ്ങൾ വെള്ളത്തിലുള്ള മീനിനെ കച്ചവടമാക്കരുത്, അത് ഗററാണ്. വെള്ളത്തിലുള്ള മീനെന്ന് പറഞ്ഞാൽ ഒരാളുടെ കുളത്തിൽ ഒരു മീനുണ്ട്, അപ്പോൾ മീൻ ഏത് മീനാണെന്നറിയില്ല, അത് അങ്ങനെ കണ്ട ആ മീന് വേണമെന്ന് പറഞ്ഞാൽ ആ മീനിൻ്റെ വലിപ്പമോ അത് എന്താണെന്ന് അറിയില്ല, അയാളങ്ങനെ കച്ചവടമാക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് എത്ര വലിയ മീനാണ്, ഇനി ആ മീനിനെ കിട്ടുമോ എന്നറിയില്ല. അത് നമുക്ക് രണ്ടിനും സാധ്യതയുണ്ട്. ചിലപ്പോൾ പിടിച്ചു പോകുമ്പോൾ ചെറിയ മീനായിരിക്കും, നമ്മൾ വിചാരിച്ച മീനല്ല.
നമുക്കത് കണ്ട് അത് നോക്കി ഇതാ കോലത്തിലുള്ള മീനാണ് എന്ന് അറിയുമ്പോഴാണ് നമുക്കതിൻ്റെ പണം ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അറിയാത്തൊരു സാധനം അതങ്ങനെ കച്ചവടം ചെയ്യുക എന്ന് പറയുന്നത് അത് ഗററാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം അങ്ങനെയുള്ള പല ഉദാഹരണങ്ങളും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊതുവിൽ സംഭവിക്കുന്ന ബൈഉൽ ഗററുകൾ എന്തൊക്കെയാണ്, അഥവാ ഇങ്ങനെ നമുക്ക് കൃത്യമായി വ്യക്തത ഇല്ലാത്ത കച്ചവടങ്ങൾ എന്തൊക്കെയാണ് എന്നതിൽ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ് ഫയദ്ഖുലു ഫീഹി ബൈഉൽ ആബികി വശാരിദ്. ഇതിൽപ്പെട്ടതാണ് ബൈഉൽ ആബിക്. ആബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയ, യജമാനിൽ നിന്ന് ഓടിപ്പോയ അടിമയാണ്. ഇപ്പോൾ പഴയ കാലത്ത്, ഇന്ന് ഇപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. പഴയ കാലത്ത് അടിമകൾ എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട്. അപ്പം അടിമകളെ യജമാനിന് മറ്റൊരാൾക്ക് വിൽക്കാം. അയാൾ വീട്ടിൽ ജോലിക്കും മറ്റുമൊക്കെ നിൽക്കുന്ന ഒരാളായിരിക്കും. അയാൾ വേണമെങ്കിൽ വേറൊരാൾക്ക് കച്ചവടം ചെയ്യാം. പക്ഷേ ഒരാളുടെ അടിമ അയാളുടെ വീട്ടിലില്ല, അയാൾ ഓടിപ്പോയതാണ്. അപ്പോൾ ഇയാൾ കച്ചവടമാക്കണം. ആ ഓടിപ്പോയ മനുഷ്യനെ കിട്ടുകയാണെങ്കിൽ എടുത്തോ, ഞാനിതാ ഇത്ര രൂപക്ക് വിറ്റിരിക്കുന്നു എന്നൊരാൾ പറയുന്നത് ശരിയല്ല. കാരണം അയാളുടെ കയ്യിലില്ലാത്ത അവന് കിട്ടുമോ കിട്ടൂലേ എന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു സംശയമില്ല, യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ ആ വ്യക്തി ഓടിയിട്ട് ഏതോ വഴിക്ക് പോയിട്ടുണ്ടാകും, ചിലപ്പോൾ അയാൾ എവിടെയും പോയി മരിച്ചിട്ടുണ്ടാകും, നമുക്കറിയില്ല. അപ്പോൾ ആ കാര്യത്തെ കൊണ്ടുവരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ ആളെ കൊണ്ടുവരാതെ കച്ചവടമാക്കാൻ പറ്റൂല. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ വശാരിദ്. ഷാരിദ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, ഇതേപോലെ ഓടിപ്പോയ മൃഗങ്ങൾ. ഒട്ടകത്ത് ഒരാൾ കച്ചവടം ചെയ്യണം, ഒരാൾക്ക് ഒട്ടകമുണ്ട്. പക്ഷെ ഒട്ടകം എവിടെ? ഒട്ടകം ഇന്നലെ വൈകുന്നേരം ഓടിപ്പോയതാണ്. ഇന്നലെ അവിടെ മേക്കാൻ കൊണ്ടുപോയപ്പോൾ പിന്നെ കിട്ടിയിട്ടില്ല, അത് ഓടി വേറെ വഴിക്ക് പോയി, അപ്പുറത്തെ മലയിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, മരുഭൂമിയിലേക്ക് പോയിട്ടുണ്ട്. ഞാനിത് കച്ചവടമാക്കുവാണ്, അത് ഇത്ര രൂപക്ക് വേണം, ഡിസ്കൗണ്ട് തരാം, സാധനം കയ്യിലൊന്നുമില്ല, പോയി കണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ ഡിസ്കൗണ്ട് റേറ്റിന് വിൽക്കുകയാണ്. അത് പാടില്ല എന്നുള്ളതാണ്. അത് പാടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതോ ആവാം. ഇപ്പോൾ ഒരു പോത്ത് ഒരാളെ വീട്ടിലുണ്ട്. പോത്ത് ആലയിൽ കെട്ടിയതാണ്. രാവിലെ നോക്കുമ്പോൾ പോത്തിനെ കാണാനില്ല. പോത്ത് എവിടെ പോയി എന്നറിയില്ല. അപ്പോൾ ഇയാൾ വേറൊരാൾ കച്ചവടമാക്കാൻ, ഞാൻ എൻ്റെ പോത്ത് പോയിട്ടുണ്ട്, സാധനമില്ല, നീ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊരു 80,000 മുതൽ വരുന്ന പോത്താണ്, ഞാൻ വേണമെങ്കിൽ ഒരു 60,000 നിനക്ക് തരാം, പക്ഷേ സാധനമല്ല, നീ പോയി എന്ത് ചെയ്യണം, കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് അതിന് അതിൽ എടുക്കണം എന്നാണെങ്കിൽ അത് പാടില്ല. കാരണം ഇതെവിടെ പോയി എന്നറിയില്ല. ഇതെവിടേക്കും പോയി, വല്ല പൊട്ടക്കിണത്തിന് വീണ് ചത്തോ, അതല്ല വല്ല ആരെങ്കിലും വേറൊരാൾ കൊണ്ടുപോയി എവിടെയെങ്കിലും എത്തിയോ നമുക്കറിയില്ല. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ കച്ചവടമാക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇതിൽ നിന്നും ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ സ്വഹാബികളിൽ നിന്ന് അങ്ങനെയുള്ള ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഒരു മൃഗം സ്ഥിരമായി പോകുന്നൊരു സ്ഥലം ഇന്നടത്തായിരിക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇന്ന പറമ്പിലായിരിക്കും അത് എപ്പോഴും പോയി ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള കാര്യത്തിലാണെങ്കിൽ നമുക്കതിൽ കച്ചവടമാക്കാം എന്നാണ് പറയുന്നത്. ഞാൻ ആ പോത്തിനെ കച്ചവടമാക്കാൻ, പോത്ത് അവിടെ ഉണ്ടാവും, അവിടെയാണ് മിക്കവാറും ഇവിടുന്ന് പോയാൽ ഇപ്പോൾ പല പ്രാവശ്യം പോയിട്ട് അത് അവിടെ ഉണ്ടാവൽ, ആ സ്ഥലത്ത് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് കച്ചവടമാക്കാം. കാരണം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അത്തരത്തിലുള്ള ഒരു കാര്യത്തെ വാങ്ങിയിട്ടുണ്ട് എന്ന് ഹദീസിൽ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഇബ്നു അബി ഷൈബ സഹിഹായ സനദോട് കൂടി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഇഷ്തറ ബഈറൻ വഹുവ ഷാരിദ്, ഓടിപ്പോയ ഒരൊട്ടകത്തെ അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവിടെ പണ്ഡിതന്മാർ പറയുന്നത് ആ നിലക്കുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ എവിടെയും തീരെ വ്യക്തത ഇല്ലാത്ത ഒരു വസ്തുവിനെ വാങ്ങുക എന്നുള്ളത് പാടില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കാറും മറ്റുമൊക്കെ, ഇത് ഇന്ന മൃഗങ്ങളിൽ മാത്രമല്ല, ഒരാളെ കാറ് കള്ളം കൊണ്ടുപോയ കാറാണ്. അപ്പോൾ അയാൾ പറയാണ്, കാറ് കൊണ്ടുപോയി, ഞാൻ കാറ് വേണമെങ്കിൽ നിനക്ക് വിൽക്കാം, കാറ് ഞാൻ 5 ലക്ഷത്തിന് വിൽക്കാം, 8 ലക്ഷം മുതലുള്ള കാറാണ്, 5 ലക്ഷത്തിന് കാറ് വിൽക്കാം, നീ കള്ളൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ നിനക്ക് കിട്ടി. അപ്പോൾ ഇവൻ അന്വേഷിക്കും, ചിലപ്പോൾ ഇവന് കിട്ടും, ചിലപ്പം കിട്ടൂല. അപ്പോൾ അത് പാടില്ലാത്ത കാര്യമാണ്, അത് പാടില്ല. അതേപോലെ അത്തരത്തിലുള്ള ബൈഉൽ ഗററിൽപ്പെട്ട മറ്റൊരു ഉദാഹരണമാണ് അദ്ദേഹം പറയുന്നത്, വഅൻ യഖൂല ബിഅ്തുക ഇഹ്ദ സിൽഅതൈൻ, എൻ്റെ അടുത്ത് 2 പ്രൊഡക്റ്റ് ഉണ്ട്, 2 വസ്തുക്കളുണ്ട്, ഇതിലൊന്ന് ഞാൻ കച്ചവടമാക്കി എന്ന് പറയുന്നു. ഏത് വസ്തുവാണെന്ന് പറയുന്നില്ല. അത് പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറയുന്നത് രണ്ടും വ്യത്യസ്ത വില വരുന്ന വസ്തുക്കളാണെങ്കിൽ പാടില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് 2 ആടുകളുണ്ട്. ഒരാട് നല്ല കൊഴുത്ത ആടാണ്, വേണമെങ്കിൽ ഒരു 25,000 രൂപ അതിന് കിട്ടും. വേറൊരാട് അത്ര വലിയ കൊഴുത്ത ആടല്ല, ശോഷിച്ച ആടാണ്, 10-12,000 രൂപ കിട്ടുള്ളൂ. അപ്പോൾ അയാൾ ഏതാടാണെന്ന് പറയാതെ ആട് വാങ്ങാൻ വന്ന ഒരാളോട് പറഞ്ഞു, ഈ രണ്ടിലൊരാട് ഞാൻ നിനക്ക് കച്ചവടമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പാടില്ല എന്നാണ്. അത് വ്യക്തത വരുത്തണം. കാരണം എന്താണ്? അത് പിന്നീട് കുഴപ്പത്തിലേക്കും പ്രശ്നത്തിലേക്കും എത്തും. കാരണം വിൽപ്പനക്കാരൻ പിന്നീട് നാളെ വരുന്ന സമയത്ത് പറയും, ഞാൻ കച്ചവടമാക്കിയത്, ഞാൻ ഉദ്ദേശിച്ചത് ആ ചെറിയ ആടിനായിരുന്നു, അല്ല ആരാണ് ഇത്ര റേറ്റിന് ആ വലിയ ആടിന് തരാം, മറ്റൊരു ഞാൻ വലിയ ആടിനാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എത്ര റേറ്റ് വന്നിട്ട് ആരെങ്കിലും അത് വാങ്ങിക്കുമോ എന്ന് തർക്കം പരസ്പരം ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള ശരീഅത്തിനൊരു കായികയിൽപ്പെട്ടതാണ്. ഏതൊരു വിഷയമാണോ തർക്കത്തിലേക്ക് എത്തുന്നത് അത്തരത്തിലുള്ള കച്ചവടങ്ങൾ അത് പാടില്ലാത്തതായിരിക്കും. വ്യക്തത വേണം. ഞാൻ വാങ്ങുന്നത് ഇന്നാട്, 2-ൽ ഏതെങ്കിലും ഒരു ആട് എന്നല്ല, ഞാനിത് ഈ ചെറിയ ആടിനാണ് ഞാൻ വിൽക്കുന്നത് ഇത്ര രൂപക്കാണ്, ഈ വലിയ ആട് ഞാൻ ഇത്ര രൂപക്കാണ്. ഇത് പലപ്പോഴും ഉണ്ടാകും. കൂട്ടത്തിൽ പോയിട്ട് ഒരു ആടിനെ തിരഞ്ഞെടുത്തോളൂ, ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് കച്ചവടമാക്കും. അവസാനം ഉരുവെടുക്കാൻ പോകുമ്പോൾ അയാൾ പറയും, ഞാൻ ഉദ്ദേശിച്ചത് ഈ ആടാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ കണ്ട ആടിനെ കാണാനില്ലല്ലോ, ഒരു കൂട്ടത്തിൽ 10 ആടുണ്ടായിരുന്നു,
ഞാൻ ആ വലുതിനെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തൊരു ആടിൻ്റെ ഇത്ര പൈസ തന്നത്. പിറ്റേന്ന് രാവിലെ പോയപ്പോൾ ആ വലുതൊന്നും അവിടെ കാണാനില്ല. നോക്കുമ്പോൾ അയാൾ അതിനൊക്കെ വേറെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെറിയ ആടുകളാണ് ഉള്ളത്. അപ്പോൾ അത് ശരിയാവില്ല. കാരണം അത് ഏത് ആടാണെന്ന് വ്യക്തമാക്കാതെയാണ് അയാൾ ഏതെങ്കിലും ഒന്ന്, രണ്ടിലൊന്നെന്ന് പറയുന്നത് രണ്ടിലൊന്നെന്നുള്ളതിന് മാത്രമല്ല, അതിൽ കൂടുതലായാൽ അതിൽ എന്തായാലും പെട്ടു. ആ കൂട്ടത്തിൽ ഒന്നിനെ ഞാൻ വിറ്റിരിക്കുന്നു എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് ശരിയാവുകയില്ല. അതാ ഈ ആടിനെയാണ് വിറ്റത്, ഈ വസ്തുവാണ് ഞാൻ വിറ്റത് എന്ന് വേണം പറയാൻ. അതാണ് പറയേണ്ടത്. അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് എല്ലാം ഒരേ തുല്യമായ മൂല്യമുള്ളതാണ് എങ്കിൽ കുഴപ്പമില്ല. ഒരാളുടെ കയ്യിലുള്ള ആടുകളെല്ലാം ഒരേപോലത്തതാണ്, ഒന്നും മാറ്റമില്ല. എല്ലാം ഒരു 10,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ അത്രയും കിലോ മാത്രമുള്ള ആടുകളാണ് ഒരാളുടെ കയ്യിലുള്ളത്. എല്ലാം ഒരു 10-12 കിലോ ഉള്ള ആടുകളാണ്. എല്ലാം ഒരേപോലെയാണ്, ഏതെടുത്താലും ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ആർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അയാൾ കണ്ടതെല്ലാം ഒരേ ആടാണ്. കച്ചവടക്കാരനും പറയില്ല, അയാൾ പിന്നീട് തർക്കി ഞാൻ ഇതാ ഉദ്ദേശിച്ചെന്ന് പറയില്ല. കാരണം ഏതെടുത്താലും ഇയാൾക്ക് കുഴപ്പമില്ല, എല്ലാം ഒരേപോലെയാണ്. വാങ്ങാൻ വന്നവനും പറയില്ല മറ്റേ ആട് വേണം ഈ ആട് വേണം ഞാൻ അതാണ് ഉദ്ദേശിച്ച് പറയില്ല. കാരണം എല്ലാം ഒരേപോലെയാണ്, ഏതും ഒരാൾക്ക് എടുക്കാം. അപ്പോൾ ഒരേ വാല്യൂ ഉള്ള വസ്തുക്കളാണ് എങ്കിൽ അത് ഇന്നത് എന്ന് ക്ലിപ്തപ്പെടുത്താതെ കച്ചവടമാക്കിയാലും ശരിയാകും. പക്ഷേ വ്യത്യസ്ത വാല്യൂ ഉള്ള കാര്യങ്ങളാണ് എങ്കിൽ അത് രണ്ടിലേതെങ്കിലും ഒന്ന് വിറ്റിരിക്കുന്നു എന്നുള്ള പ്രയോഗം കച്ചവടത്തിൽ പാടില്ല. അത് ബൈ ഉൽ ഗററിൽ പെടും എന്നാണ് പറയുന്നത്. അതിൽപ്പെടുന്ന മറ്റൊരു കാര്യമായി അദ്ദേഹം പറയുന്നു ഔ ബിമിഖ്ദാരി മാ തബ്ലുഗുൽ ഹസാതു മിനൽ അർളി വനഹ്വി. ഇതിൻ്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ ആധുനിക രൂപം തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിലും വരും. നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പഴയകാല ഗ്രന്ഥത്തിൽ വരുന്ന പദങ്ങളാണ് അവർ പറയുന്നത്. പല കാലഘട്ടം മാറുന്നതിനനുസരിച്ച് വേറെ തരത്തിൽ പെടും. അപ്പോൾ നമ്മൾ ഈ അടിസ്ഥാനമാണ് മനസ്സിലാക്കണം. എന്താണ് വസ്തു, എത്രയാണ് വില, അത് ഫിക്സ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പല രീതിയിൽ വരും, വില നിശ്ചയിക്കാൻ പല മാർഗ്ഗങ്ങളും വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റൂല. ഇപ്പോൾ ഇവിടെ അടുത്ത് പറയുന്നത് ഔ ബിമിഖ്ദാരി മാ തബ്ലുഗുൽ ഹസാതു മിനൽ അർളി വനഹ്വി. ഒരാൾ ഒരു കല്ല് എവിടെയാണോ എത്തുന്നത് അത്രയും എണ്ണം, അത്രയും എന്നാണ് പറയുന്നത്. അത് പല നിലക്ക് വരാറുണ്ട്. പല ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത്. അതായത് ഒരാളൊരു സ്ഥലം കച്ചവടം ചെയ്യാൻ ഒരു കല്ല് കൊടുത്തിട്ട് പറഞ്ഞു നീ എത്ര വലിച്ചെറിഞ്ഞു, ആ എറിയുന്ന അത്ര സ്ഥലം നിനക്ക് മുറിച്ച് തരും. എറിയുന്ന അത്ര സ്ഥലം നിനക്കുള്ളതാണ്. വീതി ഇത്ര ഉണ്ട്, നീളം നീ ഇങ്ങനെ എറിഞ്ഞിട്ട് അങ്ങ് പിടിച്ചു. ഇങ്ങനെ ഒരാൾ വലിച്ചങ്ങ് എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ എറിഞ്ഞാൽ അത് 150 മീറ്റർ വരെ അയാളെ കല്ലേറ് പോകും, വലിയ നല്ല വലിച്ചെറിഞ്ഞാൽ. എന്നാൽ വേറൊരാൾ ചിലപ്പോൾ എറിയുമ്പോൾ ഏറ് മിസ്സായി 100 മീറ്ററിൽ പോകും. അപ്പോൾ അയാളുടെ സ്ഥലം അതിൻ്റെ സെൻറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ ഏക്കർ കുറഞ്ഞു. അപ്പോൾ ഈ നിലക്ക് അങ്ങനെ ഒരു കാര്യം നിശ്ചയിക്കുക എന്നുള്ളത് പാടില്ല. കാരണം എത്രയെന്ന് അറിയില്ല. കാരണം ചില ആൾക്ക് വലിച്ചെറിഞ്ഞ് അങ്ങെത്തും, വേറെ ചില ആൾക്ക് ഭാഗ്യപരീക്ഷണമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് കച്ചവടം ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഒരാൾ പറയുകയാണ് ഈ വസ്തു ഞാൻ നിനക്ക് തരികയാണ്, അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്, അപ്പോൾ കല്ലുകൊണ്ട് എറിഞ്ഞ് വീഴ്ത്തുകയാണെങ്കിൽ നിനക്കിത് എടുക്കാം. അത് പാടില്ല. കല്ലുകൊണ്ട് എറിഞ്ഞ് വീഴ്ത്തിയാൽ നിനക്കിത് എടുക്കാമെന്ന് പറയുന്നത് പാടില്ല. അങ്ങനെ ചില പല പരിപാടികളിൽ പോയി കഴിഞ്ഞാൽ എക്സിബിഷനിലും മറ്റുമൊക്കെ അതുണ്ടാകും. അവിടെ ചില എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, എറിഞ്ഞിട്ട് നമുക്കത് കിട്ടുക. അത് വേറെ നിലക്ക് ഗററാണ്. കാരണം ഈ വസ്തുവിന് കിട്ടാൻ ഇത്ര വില അതിനുള്ളൂ. ഇത് എറിഞ്ഞാൽ കിട്ടിയാൽ മാത്രമേ നിനക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ആ വസ്തു കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. മനസ്സിലായി? ഇത് വലിയ വലിയ നിലക്ക് ഈ കാര്യത്തിന് വലിയ നിലക്ക് വലിയ പണക്കാർ കളിക്കുന്ന പല ഗെയിംസും ഈ നിലക്കുണ്ട്. അതിങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിങ്ങനെ കൊള്ളിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും, അല്ലെങ്കിൽ അത് പോകും. അപ്പോൾ ഇത് ഗററാണ്. ഇത് ഇത്തരം കച്ചവടം പരസ്പരം വിദ്വേഷവും വെറുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നയിക്കും. അത് പാടില്ല. അതേപോലെ പണ്ഡിതന്മാർ പറയുന്നത് ഇതിൻ്റെ ഉദാഹരണമായിട്ട് ഒരാൾ പറയാണ് നിലത്തുനിന്ന് അയാൾ ഇങ്ങനെ കല്ലെടുത്ത് വാരുക. അപ്പോൾ എത്ര കല്ലാണോ കിട്ടുന്നത്, ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറേ കല്ലെടുത്തു, അപ്പോൾ എത്ര കല്ലാണോ നിനക്ക് കിട്ടുന്നത് അത്രയും മീറ്റർ തുണി ഞാൻ നിനക്ക് മുറിച്ച് തരും. ഇപ്പോൾ തുണിക്കച്ചവടക്കാരനാണ്. അപ്പോൾ അയാൾക്ക് വലിയ വലിയ കല്ലുകളായിരിക്കും. അയാൾ ഇങ്ങനെ കഷ്ടപ്പെട്ടെടുത്തപ്പോൾ ഒരാൾക്ക് 5 കല്ല് കിട്ടി. അപ്പോൾ 5 മീറ്റർ തുണി വില ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. 5 മീറ്റർ 1000 രൂപയാണ്. എത്ര 1000 രൂപക്ക് എത്രയാണോ കിട്ടുന്നത് അത് ഞാൻ നിനക്ക് തരും. അപ്പോൾ ഒരാൾക്ക് 5 മീറ്റർ കിട്ടി. അപ്പോൾ അവന് മീറ്റർ 200 രൂപ വെച്ച് കിട്ടി. വേറൊരാൾ കിട്ടിയപ്പോൾ 4 മീറ്റർ കിട്ടിയിട്ടുള്ളൂ. കാരണം അയാൾക്ക് അവനൊരു കല്ല് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവന് എന്തായി, അത് മാറി. അവനൊരു കല്ലിന് 1 മീറ്റർ 250 രൂപക്കായി അവൻ്റെ കച്ചവടം. വേറൊരാൾ നോക്കിയപ്പോൾ ചിലപ്പം 3 കിട്ടിയിട്ടുണ്ടാവുള്ളൂ, അവനെ പിടുത്തം കിട്ടിയിട്ടില്ല. എന്നാൽ വേറെ ചില ആൾ നല്ല ബുദ്ധിപരമായി പിടിച്ചിട്ട് അയാൾ കുറേ കിട്ടി, അവന് 6 7 ഒക്കെ കല്ല് കിട്ടി. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അത്രയും വില കുറഞ്ഞു. ഇത് പാടില്ല, ഇത് പാടില്ലാത്ത കാര്യമാണ്. അപ്പം അതൊക്കെ ഈ പറയുന്ന കാര്യത്തിൽ പെടുന്നതാണ്. ഇതൊന്നും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഹ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഹസാത്ത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹ് ഹദീസാണ്. കല്ലുകൾ കൊണ്ടുള്ള ഇത്തരം കച്ചവടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ആധുനികമായ കല്ലുകളും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും, പല രൂപത്തിലുള്ളതായിരിക്കും. ചിലപ്പോൾ ഒരു നമ്പർ അമർത്തലായിരിക്കും. ഇപ്പോൾ ഇത്ര രൂപ കൊടുത്തു, നമ്മളൊരു നമ്പർ പ്രസ് ചെയ്തു, അപ്പോൾ ആ നമ്പർ പോയി എന്തെങ്കിലുമൊക്കെ തിരിഞ്ഞു ഇന്നത് വന്നാൽ നമുക്ക് ഇന്നത് കിട്ടും, ഇന്നത് വന്നാൽ കിട്ടൂല, അല്ലേ? അങ്ങനെ ഉണ്ടാവും. നമ്മൾ ആ 100 രൂപ കൊടുക്കണം, നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ബോൾ എടുത്ത് എറിയാൻ തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്യാൻ തരും. അപ്പോൾ അതിങ്ങനെ പോയി നീഡിൽ ഇന്നടുത്ത് എത്തിയാൽ നമുക്ക് കിട്ടും. നീഡിൽ വേറെ സ്ഥലത്ത് പോയി ട്രൈ ചെയ്യുന്നതായിരിക്കും, ഒന്നും കിട്ടൂല, ആ പൈസ പോയി. ഇവൻ കൊടുക്കുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പം വേറെ കിട്ടും, ചിലപ്പോൾ വലിയ എന്തെങ്കിലും കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടൂല. അതായിരിക്കും. ചിലപ്പോൾ ഒരു
സ്കൂട്ടർ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. 1000 റുപ്യേൻ്റെ ടിക്കറ്റ് ആയിരിക്കും. ഒരു സ്കൂട്ടർ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒന്നും കിട്ടില്ല, 1000 റുപ്യയും പോകും. അപ്പോൾ 100 ആൾ വന്നു കഴിഞ്ഞാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി നടത്തുന്നത് ലാഭമാണ്. 100 ആൾ വന്നിട്ട് ഒരു 2 എണ്ണം പോയാൽ ചിലപ്പോൾ 50,000-ൻ്റെ സ്കൂട്ടർ ആയിരിക്കും. 2 എണ്ണം പോയാലും അവന് അത് വിഷയമല്ല. കാരണം 1000 റുപ്യക്ക് അത്രയും 1,00,000 റുപ്യ അവന് കിട്ടി, ചിലപ്പോൾ അതിന് മേലെ കിട്ടും. അപ്പം അങ്ങനെയുള്ള ഭാഗ്യപരീക്ഷണ കച്ചവടങ്ങൾ അത് പാടില്ല. അതേപോലെ അദ്ദേഹം പറയുകയാണ്, ഇത്തരം ബൈഉൽ ഗററിൽപ്പെട്ടതാണ് ഔ മാ തഹ്മിലു അമതുഹു ഔ ഷജറതുഹു ഔ മാ ഫി ബത്നിൽ ഹാമിൽ. ഇപ്പോൾ ഒരു അടിമ സ്ത്രീയുടെ വയറ്റിലുള്ള കുട്ടി, ഇപ്പോൾ അടിമ സ്ത്രീ വെക്കുമ്പോൾ വയറ്റിലുള്ള കുട്ടി അതിനെ വെക്കുക എന്നുള്ളത് പാടില്ല. കാരണം ആ കുട്ടി ജനിക്കുമ്പോൾ മരിച്ചിട്ടാണോ ഉണ്ടാവുക, അത് ശരിക്കുവാണ് ഉണ്ടാവുക, അത് അറിയില്ല. അതല്ലെങ്കിൽ ഒരു മരം, ആ മരം കായ്ച്ചിട്ടില്ല, അപ്പോൾ ഒരാൾ മരത്തിലുള്ള മരമല്ല വെക്കുന്നത്. ഈ മരത്തെ ഞാനിതാ ഈ വർഷത്തെ ഇതിലുള്ള മാങ്ങ, ഈ മാങ്ങ ഒന്നും പൂത്തിട്ടില്ല, ഈ വർഷത്തെ മാങ്ങ ഞാൻ നിനക്കിതാ 10,000 രൂപക്ക് വിൽക്കുകയാണ്. ഈ വർഷത്തെ മാങ്ങ 10,000 രൂപക്ക് വിൽക്കുകയാണ്. മാങ്ങ ഇവിടെ മാങ്ങ ഇല്ല. നമ്മൾ മാങ്ങ ആയതിനു ശേഷം നമുക്ക് വിൽക്കാം. ആൾക്കാരോട് പറയും ഈ മാങ്ങ ഞാനിത് ഇത്ര രൂപക്ക് വിൽക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ട് വിൽക്കാം. അപ്പോൾ അവർ നോക്കിയിട്ട് ഏകദേശം അത് വിൽക്കാം, അത് അനുവദനീയമാണ്. പക്ഷേ ഇതിൽ മാങ്ങ പൂത്തിട്ട് തന്നെ ഇല്ല. അപ്പോൾ അതിന് മുമ്പ് ഒരാൾ എന്ത് ചെയ്യാണ്, ഇതിൽ ഇതിൽ എത്രയാണോ മാങ്ങ വരുന്നത് അത്രയും തരും. ചിലപ്പോൾ ആ വർഷം ആ മരത്തിൽ ഒരു മാങ്ങ ഉണ്ടാവില്ല. ആ വർഷം ചിലപ്പോൾ അതിൽ എല്ലാ പൂവുകളും കരിഞ്ഞു പോയിട്ട് ഒരു മാവും ഉണ്ടാവുകയില്ല. ഇയാൾക്ക് നഷ്ടമായിരിക്കും. ചിലപ്പോൾ ഇയാൾ ഒരു മീഡിയം ആയിരിക്കും, പക്ഷേ ചില സമയത്ത് അത് നന്നായി കുളിച്ചിട്ടുണ്ട്, അയാൾക്ക് ഒരുപാട് കിട്ടും. അപ്പോൾ ഇയാൾക്ക് ചിലപ്പോൾ ലാഭമായിരിക്കും. അപ്പോൾ അങ്ങനെ ലാഭത്തിനും നഷ്ടത്തിനും ഇടയിലാണ് കാര്യം. അത് പാടില്ല. ഔ മാഫി ബത്നിൽ ഹാമിൽ. അതല്ലെങ്കിൽ ഒരാൾ പറയുകയാണ്, ഈ ഒട്ടകത്തിൻ്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ വിറ്റിരിക്കുന്നു. ഒട്ടകം പ്രസവിച്ചോ ഇല്ല, പ്രസവിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടി ചത്തുപോയേക്കാം. ചിലപ്പോൾ ഒരു കുട്ടിയെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ 2 കുട്ടിയായേക്കാം. ചിലപ്പോൾ അതിനെന്തെങ്കിലും വൈകല്യമുള്ള കുട്ടിയായിരിക്കും, വിചാരിച്ച കുട്ടിയായിരിക്കില്ല. ചിലപ്പോൾ ആണായിരിക്കും, പെണ്ണായിരിക്കും, ഓരോന്നോരോ വിലയാണ്. അപ്പോൾ അത് വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. അൽ ഹബ്ലുൽ ഹബ്ല, ഒട്ടകത്തിൻ്റെ പ്രസവിച്ച ഗർഭിണിയായ ഒട്ടകത്തിൻ്റെ വയറ്റിലുള്ളത് അത് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് നമുക്കറിയില്ല. എന്നാൽ ഇവിടെ അനുവദിക്കപ്പെടുന്ന രൂപമുണ്ട്. എന്താണത്? ഒരാൾക്ക് ആ നേരത്തെ മാവ് തന്നെ വിൽക്കാം. ആ മാങ്ങ മാത്രമല്ല, ഈ മാവ് ഞാൻ വിൽക്കാൻ, ഈ മാവ് ഇത്ര രൂപയ്ക്ക് വിൽക്കാൻ. ഇതിൽ വേണേൽ മാങ്ങ ഉണ്ടാവാതിരിക്കാം. പക്ഷേ മാങ്ങ വിറ്റ് കഴിഞ്ഞു, അയാൾക്ക് പിന്നെ ഈ വർഷം കിട്ടിയില്ലെങ്കിൽ അടുത്ത വർഷം കിട്ടും. അത് അനുവദിക്കപ്പെടുന്ന കാര്യമാണ്. അതല്ലെങ്കിൽ ഈ ഒട്ടകത്തിന് ഒന്നായിട്ട് വിൽക്കാം. ഈ ഒട്ടകത്തിൻ്റെ വയറ്റിൽ കുട്ടിയുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വില കൂട്ടി പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല. അതിന് പണ്ഡിതന്മാർ പറയുകയാണ്, യജൂസ് തബഅൻ മാല യജൂസ് ഇസ്തിഖ്ലാൽ. ഒരു കാര്യം സ്വതന്ത്രമായി പാടില്ലാത്ത ചില കാര്യം ഒന്നിനെ തുടർന്ന് വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അനുവദിക്കപ്പെടും. ഇപ്പോൾ സ്വതന്ത്രമായി ഈ വയറ്റിലുള്ള കുട്ടിയെ വാങ്ങാൻ പാടില്ല. എന്നാൽ ഒട്ടകത്തിനോടൊപ്പം ആ വയറ്റിലെ കുട്ടിയെ കിട്ടുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. കാരണം ഒട്ടകത്തിന് നമുക്ക് കിട്ടുന്നുണ്ട്, ഒന്നും നമുക്ക് കിട്ടാതെ പോകുന്നില്ല. മറ്റേത് നമുക്ക് എന്താണ് വസ്തു അറിയാതെ അതിൻ്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ എടുക്കുക എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതൊക്കെ ചില ഉദാഹരണങ്ങളാണ്, ഇത് മാത്രം ഒതുങ്ങുന്നില്ല. ഈ പറയുന്ന വസ്തു അതേപോലെ കൊടുക്കുന്ന വിലയും എന്താണെന്ന് വ്യക്തത ഇല്ലെങ്കിൽ അതിൽ പെടും. അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, വസവാഉൻ കാനൽ ഗററു ഫിസ്സമനി ഔൽ മുസമ്മൻ. അത് നമ്മുടെ വിലയാക്കിയ വസ്തുവിലാകട്ടെ നമ്മുടെ വിലയിലാകട്ടെ, ഇത് രണ്ടിലും അത് വ്യക്തത ഇല്ല എങ്കിൽ അത് ബൈഉൽ ഗറർ എന്നാണ് പറയുന്നത്. കാരണം ഇതെപ്പോഴും എന്ത് ചെയ്യും, നിസായിലേക്ക്, കുഴപ്പത്തിലേക്ക്, പ്രശ്നത്തിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് അത് ഒരിക്കലും തന്നെ പാടില്ല എന്നതാണ് ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് രണ്ടാമത്തെ നിബന്ധന, അഥവാ ഗററായ കച്ചവടമാകാൻ പാടില്ല എന്നുള്ളത്. അത് നമ്മൾ പറയുമ്പോൾ അത് പല മേഖലയിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏതൊരു കാര്യം നമ്മൾ എന്താണെന്നറിയാതെ ഒരു വസ്തു നമുക്ക് വാങ്ങാൻ അത് പാടില്ല എന്നുള്ളത് പറയണം, വ്യക്തമായിരിക്കണം. ഒരാൾ പറയും ഈ ഏരിയയിലെ സ്ഥലം അത് മൊത്തം ഞാൻ തരികയാണ്, അത് എത്രയാണ് കണക്കില്ല. കാരണം പിന്നെ പ്രശ്നമാവും. അയാൾ ഈ ഏരിയ ഞാൻ ഉദ്ദേശിച്ചത് അവിടെ വരികയാണ്, അവിടെ വേറെ ആൾ ഏരിയയാണ്, അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല. അത് അളന്ന് തിട്ടപ്പെടുത്തണം. ആ ഏരിയ എന്ന് പറഞ്ഞാൽ അളക്കുന്ന വസ്തുവാണെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്തണം. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇത് ഞാൻ ഇങ്ങനെ ഈ കാണുന്ന ദൂരത്തിലേക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ കാണുന്നേക്ക് ഇപ്പോൾ കണ്ണെത്താ ദൂരങ്ങളൊക്കെ ഞാൻ തന്നിരിക്കുന്നു. ഇല്ല, കണ്ണെത്താ ഓരോരുത്തരെ കണ്ണെത്താ ദൂരമൊക്കെ വേറേക്കും. ഒരാൾ ഞാൻ അതൊക്കെ കണ്ടിട്ടുണ്ടോ, മറ്റേ ഞാനിതാ കണ്ടത്, അത് കാര്യമില്ല. വ്യക്തത വരുത്തണം. എന്താണ് വസ്തു, എത്രയാണ് കൊടുക്കുന്നത്, അതൊക്കെ വ്യക്തത വരുത്തണം എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. മൂന്നാമത്തെ നിബന്ധനയായിട്ട് അദ്ദേഹം പറയുന്നത് വഅയ്യകൂനൽ ആഖിദു മാലികൻ ലിശൈ ഔ മഅ്ദൂനൻ ലഹു ഫീ വഹുവ ബാലിഗുൻ റഷീദ്. നമുക്ക് വിൽപ്പന നടത്തണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഓണറായിരിക്കണം, എൻ്റെ വസ്തുവായിരിക്കണം. എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ്, ഈ വസ്തു എനിക്ക് വിൽക്കണമെങ്കിൽ, ഈ ഒരു ഐപാഡ് എനിക്ക് വിൽക്കണമെങ്കിൽ ഇത് എൻ്റേതായിരിക്കണം. ഇത് വേറെ ആരെങ്കിലും, ഈ പള്ളിയുടെ ഒരു വസ്തുവാണ്, ഈ പള്ളിയുടെ പ്രോഡക്റ്റാണ്, ഈ പള്ളിയുടെ സാധനം, എനിക്കിത് വേറെ ആൾക്ക് കച്ചവടമാക്കാൻ പറ്റില്ല. കാരണം ഞാൻ അല്ല ഇതിൻ്റെ ഉടമസ്ഥൻ. അതല്ലെങ്കിൽ ഔ മഅ്ദൂനൻ ലഹു ഫീ, ഇത് വിൽക്കാൻ ഇതിൻ്റെ ഓണർ എന്ത് ചെയ്യണം, എനിക്ക് അനുമതി നൽകണം. അയാൾ പറയുകയാണ് ഇത് വിറ്റോളൂ കേട്ടോ, ഇത് വിറ്റ് ഇത്ര രൂപയ്ക്ക് വിറ്റോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിക്കണം. ബ്രോക്കറോ അല്ലെങ്കിൽ അങ്ങനെ വക്കാലത്ത് ഏൽപ്പിച്ച് ആരുമാകാം, അങ്ങനെ നമുക്ക് വിൽക്കാം. ഇപ്പോൾ ഉദാഹരണം ഒരു വീടാണെങ്കിൽ ആ വീട് വിൽക്കണമെങ്കിൽ 2,000 രൂപ, ഒന്നിൽ എൻ്റെ വീടായിരിക്കണം, എനിക്ക് വിൽക്കാം. അതല്ലെങ്കിൽ വേറൊരാൾ നമ്മളെ ഏൽപ്പിക്കുകയാണ്, ഈ വീടൊന്ന് വിറ്റ് തരണം കേട്ടോ, ഇത്ര രൂപക്കാണ് വിൽക്കേണ്ടത് എന്നൊക്കെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നാൽ അത്
അനുവദിക്കപ്പെടുന്ന കാര്യമാണ് ഔ മഅ്ദൂനൻ ലഹു ഫീഹി എന്ന് പറയുന്നത്. എന്നാൽ അതല്ലാത്ത രൂപത്തിലൊരു വസ്തു നമുക്ക് വിൽക്കാൻ സാധിക്കുകയില്ല. അല്ലാത്ത രൂപത്തിലൊരു വസ്തു നമുക്ക് വിൽക്കാൻ പാടില്ല. നമ്മുടെ കയ്യിലില്ലാത്തൊരു വസ്തു നമുക്ക് വിൽക്കാൻ പാടില്ല. വേറൊരാളെ പ്രൊഡക്റ്റ് അത് നമുക്ക് വിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്കൊരു സ്ഥലം ചില ആളുകൾ ചെയ്യുന്ന ഒരു രീതിയാണ്. സ്ഥലം കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഒരു ടോക്കൺ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് പിന്നീട് അത് മറച്ചു വെക്കുക എന്ന് പറയുന്നത് പാടില്ല. കാരണം ഇവൻ്റെ കയ്യിലായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വീടാണത്. അപ്പോൾ ആ വീടിന് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുണ്ട്. ഇപ്പോൾ ഇവനത് വാങ്ങിയിട്ടില്ല, ഇവൻ്റെ അടുത്ത് അതിൻ്റെ പൈസയുമില്ല, കടമായിട്ടും വാങ്ങിയിട്ടില്ല, ഒരു നിലക്കും വാങ്ങിയിട്ടില്ല. ഇവനെന്ത് ചെയ്യാണ്, ഞാനതൊരു 10,000 രൂപ കൊടുത്തിട്ട് ടോക്കൺ അഡ്വാൻസ് കൊടുക്കുകയാണ്. 10 ലക്ഷമാണ് ആ വീട് വാങ്ങിയിട്ടില്ല, കച്ചവടമായിട്ടില്ല. എന്നിട്ട് ഇവൻ പറയണം എൻ്റെ അടുത്തൊരു വീടുണ്ട്, വേറൊരാളോട് ഞാനത് 11 ലക്ഷത്തിന് വെക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു വീട് കുഴപ്പമില്ല, 11 ലക്ഷത്തിന് ഓക്കെയാണ്. ശരി, ഇവനെന്ത് ചെയ്തു, 11 ലക്ഷത്ത് എടുത്തിട്ട് 1 ലക്ഷം പോക്കറ്റിട്ട് മറ്റേ ആളോട് പറഞ്ഞതാ ഞാൻ നേരത്തെ 10 ലക്ഷത്തിൻ്റെ വീട് പറഞ്ഞില്ലതാ അഡ്വാൻസ് അടക്കതാ 10 ലക്ഷം കൂടി വെച്ചോളൂ എന്ന് പറഞ്ഞ് വിൽക്കുക എന്നുള്ളത് ഇയാൾക്ക് പാടില്ല. കാരണം എന്താണ്, ആ വീടിൻ്റെ ഉടമസ്ഥാവകാശം ഇയാൾക്കില്ല. എന്നാൽ ഇയാൾക്ക് വേണമെങ്കിൽ ഒരു കമ്മീഷൻ ഏജൻ്റ് ആകാം. ആ വീട് കാണിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വല്ല, ആ കച്ചവടം നടന്നതിൽ കിട്ടുന്ന വല്ലതും കിട്ടുകയാണെങ്കിൽ അയാൾക്ക് എടുക്കാം. അതല്ലാതെ അത് കൈമാറ്റം ചെയ്യാൻ അയാൾക്ക് എന്ത് ചെയ്യണം, അയാൾ അതിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഔ മഅ്ദൂനൻ ലഹു ഫീ, അല്ലെങ്കിൽ അയാൾക്ക് അനുവാദം ലഭിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഇത് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിന് അതോടൊപ്പം പറഞ്ഞതാണ് വഹുവ ബാലിഗുൻ റഷീദ്, വിൽപ്പന നടത്തുന്നവൻ അവൻ ബാലിഗായിരിക്കണം, പ്രായപൂർത്തിയെത്തിയവനായിരിക്കണം, റഷീദായിരിക്കണം. അതായത് സഫീഹാകാൻ പാടില്ല. സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അറിയാത്ത, സമ്പത്തിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത അങ്ങനെയുള്ളൊരു വിഡ്ഢി ഉണ്ടാവും. അത് പണം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാരുണ്ടാവും, ബുദ്ധിമാന്ദ്യത്തിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടാവും. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ പൈസ ഇടപാട് 10 രൂപ കൊടുത്താൽ ചില്ലറ കൊടുത്താലൊന്നും കാര്യങ്ങൾ ബാക്കിയൊന്നും അറിയില്ല, അങ്ങനെയുള്ള ആളുകളുണ്ടാകും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും കച്ചവടം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാലും ഇവിടെ ചെറിയ വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇപ്പോൾ ബാലികയാൽ പ്രായപൂർത്തി എത്തുക എന്ന് പറഞ്ഞാൽ അവിടെ അവർ പറയുന്നു പ്രായപൂർത്തി എത്തിയ കുട്ടികൾ, ഇൻഷാ അല്ലാഹ് ഭാഗ്യനേശം നമ്മൾ പറഞ്ഞു, അവിടെ ബാലിഗും റഷീദുമായിരിക്കണം, പ്രായപൂർത്തി എത്തിയ സാമ്പത്തികമായ ഇടപാടുകൾക്ക് ക്രയവിക്രയങ്ങൾ ചെയ്യാൻ സാധിക്കുന്നവരായ ആളുകളായിരിക്കണം. ഇപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ ചെറുതായി ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ 2 രൂപത്തിലാണ്. ഒന്ന് മുമയ്യസായ കുട്ടി, അതായത് 7 വയസ്സോ അതിന് മുകളിലോ എത്തി പ്രായപൂർത്തി വരെയുള്ള, പ്രായപൂർത്തി 15 വയസ്സാണെന്ന് സങ്കല്പിക്കുക എങ്കിൽ 7 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് മുമയ്യസായ കുട്ടി എന്ന് പറയാറുള്ളത്. നിസ്കാരമൊക്കെ കൽപ്പിക്കാൻ തുടങ്ങുന്ന പ്രായം അതാണ്. 2 അതിന് താഴെയുള്ള കുട്ടികളുണ്ടാവും, ജനിച്ച മുതൽ താഴെ വരെയുള്ള കുട്ടികൾ ഗൈറു മുമയ്യസായിട്ടുള്ള കുട്ടികളാണ്. ഇവിടെ 2 രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുകയും ഇവിടെ പറയുകയാണ്, ഈ നന്നേ ചെറിയ കുട്ടികളുണ്ടാവും 7 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവർക്ക് അനുവദിക്കപ്പെടുന്ന ചില കച്ചവടങ്ങളുണ്ട്. അത് ചെറിയ മിഠായികൾ മറ്റു പോലെയുള്ള ചില കാര്യങ്ങൾ, അത് ഒരാൾ പോയി കടയിൽ പോയി വാങ്ങിയാൽ അത് അനുവദിക്കപ്പെടുന്ന കാര്യമാണ്. കാരണം അത് ചെറിയ കാര്യങ്ങളാണ്. ഒരാൾ 5 രൂപയുടെ ഒരു മിഠായി, 10 രൂപയുടെ മിഠായി ഒരു കുട്ടി വാങ്ങിയാൽ അത് അനുവദിക്കപ്പെടും. എന്നാൽ ചെറിയൊരു കുട്ടി പോയിട്ട് വീട്ടിലത്തെ ഒരു ബൈക്ക്, സ്കൂട്ടർ കച്ചവടമാക്കിയാലോ അത് ശരിയാകുമോ? ശരിയാവുകയില്ല. അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക, എന്താണ് ചെയ്യുക? അത് ബാത്തിലാക്കുകയാണ്, അത് തിരുത്തണം. ഇപ്പോൾ വീട്ടിൽ നല്ലൊരു സൈക്കിളുണ്ട്, ഒരു 10-30,000 രൂപയുടെ വില വരുന്ന സൈക്കിളാണ്, അത് വില കൂടിയൊരു വസ്തു തന്നെയാണ്. അപ്പോൾ ചെറിയ കുട്ടിയെ കണ്ടപ്പോൾ വേറൊരാൾ ചോദിച്ചു ഇത് കൊടുക്കുന്നോ, അപ്പോൾ നിനക്ക് ഇത്ര തരാം, ഇങ്ങനെയൊക്കെ തരാം, ഇത്ര കാണിച്ചപ്പോൾ കുട്ടിക്ക് കുറേ വലിയ പെട്ടി മിഠായിയും തരാം, അതിൻ്റെ കൂടെ ഇത്രയും പൈസയും തരാം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കൂടി ഒരു 10,000 രൂപയൊക്കെ കൊടുത്ത് ഒരാൾക്ക് പറ്റിക്കാൻ പറ്റും. ഇനി അതല്ല, കറക്റ്റ് പണം കൊടുത്തിട്ട് തന്നെ വാങ്ങിയെന്ന് വിചാരിക്കുക, അത് ശരിയാവുകയില്ല. എന്ത് ചെയ്യാൻ പറ്റും? അത് ക്യാൻസലാക്കാൻ പറ്റും. വിറ്റതാണ് എന്ന് പറയലില്ല, അത് ഇവിടെ ബാധകമല്ല. അവിടെ എന്താണ്, ചെറിയ കുട്ടിയായിട്ട് ഇടപാട് നടത്താൻ പറ്റില്ല. കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വസ്തുക്കൾ വിൽക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം തീരെ പാടില്ല. വലിയൊരു വസ്തുവും ഒരു ചെറിയ കുട്ടിക്ക് വിൽക്കാൻ അനുവാദമില്ല. അവൻ വിറ്റാൽ അത് സഹീഹാവുകയില്ല, ആ കച്ചവടം ബാത്തിലായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കണം. എന്നാൽ കുറച്ച് മേലെയുള്ള കുട്ടികളുണ്ടല്ലോ, മുമയ്യസായ കുട്ടി, 7 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾ, ആ കുട്ടിക്ക് നേരത്തെ പറഞ്ഞ കാര്യം എന്തായാലും അനുവദിക്കപ്പെടും. അതായത് ചെറിയ മിഠായികൾ മറ്റും വാങ്ങിക്കുന്ന അനുവദിക്കപ്പെടും. അതിന് മുകളിലുള്ളത് വലിയ വിലയുടെ വസ്തുക്കളൊന്നും അല്ല എങ്കിൽ അതിന് മുകളിലുള്ള കാര്യം അവൻ്റെ രക്ഷിതാക്കൾ അനുവാദം കൊടുത്തതാണ് എങ്കിൽ അവർക്ക് പോയി കച്ചവടം ചെയ്യാം. രക്ഷിതാക്കൾക്ക് അനുവാദം കൊടുത്ത് നീ പോയി ഇത് വിറ്റിട്ട് വന്നോളൂ, അല്ല നീ പോയി ആ കടയിൽ നിന്ന് ഒരു 5,000 രൂപയുടെ ഈ വസ്തുവൊക്കെ വാങ്ങി ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ അനുവാദം കൊടുത്തതാണെങ്കിൽ അവർക്ക് വാങ്ങാം. എന്നാൽ വലിയ വസ്തുക്കൾ അപ്പോഴും അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നേരെ തന്നെ പോയിട്ട് വാങ്ങേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ എന്തിനാണ്? ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചെറിയ കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവരെ പറ്റിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിക്കാൻ പറ്റും, അല്ലെ? ചെറിയ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വാങ്ങിപ്പിക്കാൻ പറ്റും.
രണ്ടാമത്തെ ആൾ റഷീദ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ബാലിഗുൻ റഷീദ്. റഷീദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രായപൂർത്തി എത്തിയിട്ടുണ്ടാകും, പക്ഷേ പൈസ ഇടപാടുകൾ നടത്താൻ യാതൊരു കാര്യവും അറിയില്ല. പോയാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരും, അവന് പൈസ ബാക്കി കൊടുത്താൽ എത്രയെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയെ നമുക്ക് പറ്റിച്ചിട്ടൊന്നും അയാളെ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ചിലപ്പോൾ പൈസക്കാരനായ ആളായിരിക്കും, പക്ഷേ അയാൾക്ക് പൈസ ഒന്നും നോക്കാൻ അറിയില്ല. അയാൾ അങ്ങാടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ 100 രൂപയുടെ മീനൊക്കെ ചിലപ്പോൾ 500 രൂപ കൊടുത്ത് ചിലപ്പോൾ ബാക്കി വാങ്ങാതെ വരും, അല്ലെങ്കിൽ ബാക്കി 200 കൊടുത്താലും അയാൾക്ക് എത്രയായി ഒന്നും അറിയില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചുള്ള സഫീഹ് എന്നാണ് പറയുക. അത്തരക്കാരുമായിട്ടുള്ള കച്ചവടവും പാടില്ലാത്തതാണ്. അപ്പോൾ അവർ അയാളുടെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കാൻ വേറൊരാൾ വേണം, അവർക്ക് മാത്രമേ അതിന് അനുവാദമുള്ളൂ. അതല്ലാത്ത ആളുകൾ നടത്തി കഴിഞ്ഞാൽ അത് ശരീഅത്ത്, ഇസ്ലാമിക ശരീഅത്തുള്ളിടത്ത് എന്ത് ചെയ്യും, ആ കച്ചവടം ക്യാൻസൽ ചെയ്യും. കാരണം ഇയാളുമായിട്ടുള്ള കച്ചവടത്തിലല്ലേ നീ വാങ്ങിയത്, ഒരു വസ്തുവാണ്. അയാൾ 10-40 വയസ്സുണ്ടെന്ന് വിചാരിക്കും, അയാൾക്കും കാര്യമായിട്ടൊന്നും അറിയില്ല, അങ്ങനെ ക്രയവിക്രയങ്ങളൊന്നും അറിയില്ല, ഒന്നിനെക്കുറിച്ചും ധാരണയില്ല. അപ്പോൾ അയാളുടെ വീടൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അയാൾക്ക് അനന്തരമായി വീടൊക്കെ കിട്ടുക. അപ്പോൾ വേറൊരാൾ തരത്തിൽ ഒരു 25 ലക്ഷം റുപ്യൻ്റെ വീടായിരിക്കും, ഇയാൾ ചിലപ്പം പറഞ്ഞ് 15 ലക്ഷത്തിനൊക്കെ ഉറപ്പിച്ച് വേണമെങ്കിൽ നിനക്കൊരു 5 ലക്ഷം റുപ്യൻ്റെ കാറൊക്കെ കൊടുത്ത് ചിലപ്പോൾ അത് സ്വന്തമാക്കി എന്ന് വിചാരിക്കുക. അത് ഇസ്ലാമികമായി ശരിയാവുകയില്ല, കാരണം ഇയാൾക്ക് ക്രയവിക്രയം അറിയാത്ത ആളാണ്. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ആൾക്കാരെ പറ്റിച്ച് വഞ്ചിച്ച് അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. മറിച്ച് നേർക്ക് നേരെ ഓരോരുത്തരും തൃപ്തിപ്പെട്ട് ബുദ്ധിയുള്ള ആളുകളിൽ നിന്നാണ് വേണ്ടത്. കാരണം ഇത്തരം ആളുകൾക്ക് തൃപ്തിപ്പെടാനോ മനസ്സിലാക്കാനോ ഉള്ള പ്രായമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇതിൽ നിന്നും ഒരു ഏലം കച്ചവടത്തെ പണ്ഡിതന്മാർ അതിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് ഹദീസുകൾ തെളിവുള്ള കാര്യമാണ്. ബൈ ഉൽ ഫുദൂലി എന്ന് പറയുന്ന രീതിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ ഉടമപ്പെടുത്തിയിട്ടുമില്ല, അയാൾക്ക് പെർമിഷൻ കൊടുത്തിട്ടുമില്ല, അങ്ങനെ ഒരാൾ കച്ചവടം നടത്തുന്ന ഒരു സാഹചര്യത്തിനാണ്, അങ്ങനെ ഒരു അവസ്ഥയാണ് ബൈ ഉൽ ഫുദൂലി എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു വീട് അതൊരു 10 ലക്ഷത്തിന് വിൽക്കാൻ ഒരാൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ വേറെ ആളാണ് ഏൽപ്പിച്ചത്, ഇന്നയാളെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ അയാൾ നാട്ടിലില്ല, ഇയാൾ ഗൾഫിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാൾ വീട് നോക്കാൻ വന്നു, അർജൻറ്റായിട്ട് വന്ന ടീമാണ്. അപ്പം കച്ചവടം നടക്കുകയാണെങ്കിൽ അവർ വാങ്ങും, അല്ലെങ്കിൽ വാങ്ങൂല. അപ്പോൾ വേറൊരാൾ ഇത് അറിഞ്ഞു, അയാളെ ഏൽപ്പിച്ചിട്ടില്ല, അയാൾ ഉടമസ്ഥനുമല്ല. അപ്പോൾ അയാൾ ഇത് അറിഞ്ഞപ്പോൾ അയൽവക്കക്കാരനാണ്, അയാൾ അറിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഒരു കാര്യം ചെയ്താൽ ഇത് 10 ലക്ഷത്തിന് വിൽക്കാൻ വെച്ച വീടാണല്ലോ, ഇതിപ്പോൾ ഒരാൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ അയാൾ കച്ചവടം പോകും, അതുകൊണ്ട് അയാൾ ഞാനിത് വിറ്റിരിക്കുന്നു, 10 ലക്ഷത്തിന് വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പൈസയും വാങ്ങി ആ കച്ചവടം നടത്തി കഴിഞ്ഞാൽ അവിടെ പണ്ഡിതന്മാർ പറയാണ്, ശേഷം ശരിയായ ഉടമസ്ഥൻ, ആ വീടിൻ്റെ ശരിയായ ഉടമസ്ഥൻ അയാൾ തൃപ്തിപ്പെടുകയാണെങ്കിൽ ആ കച്ചവടം അനുവദിക്കപ്പെടും. അയാൾ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ കച്ചവടം അനുവദിക്കപ്പെടുകയില്ല. അങ്ങനെ ഒരു ഷർത്ത് അതിനുണ്ട്. അപ്പോൾ അയാൾ പറയാണ്, നിന്നോട് 10 ലക്ഷത്തിന് ഞാൻ വിൽക്കാൻ പറ്റും, നിന്നോട് ആരെയ്യാ ഈ പാർട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞത്, ഞാൻ അന്ന് ഓരോ പാർട്ടിയെ നോക്കി മാത്രം കൊടുക്കാൻ ഉദ്ദേശിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അതിന് യഥാർത്ഥ ഉടമസ്ഥൻ അത് വേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, കച്ചവടം നടന്നതിന് ശേഷവും യഥാർത്ഥ ഉടമസ്ഥൻ കുഴപ്പമില്ല, 10 ലക്ഷം എന്തായാലും കിട്ടിയല്ലോ, ആരെടുത്താലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അയാൾ തൃപ്തിപ്പെട്ടാൽ അത് അനുവദിക്കപ്പെടും. അപ്പോൾ ഇതിന് തെളിവായിട്ട് ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഉർവത്ത് ബിൻ അബി ജഅദ് അൽ ബാരിഖി റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒരു ദീനാർ കൊടുക്കുകയും അതിനൊരു ആടിനെ വാങ്ങാൻ പറയുകയും ചെയ്തു. ഇയാൾ നല്ല കച്ചവടം ചെയ്യാനും വാങ്ങാനൊക്കെ നല്ല കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹം അങ്ങാടിയിൽ പോയി എന്ത് ചെയ്തു, ഇതിന് ഒരു ദീനാറിന് 2 ആടിനെ വാങ്ങുകയുണ്ടായി. 2 ആടിനെ വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 ആടിനെ വാങ്ങി. ഒരാടിനെ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം വേറൊരിടത്ത് പോയിട്ട് ഒരാട് 1 ദീനാറിന് വിൽക്കുകയും ചെയ്തു. ഒരാട് 1 ദീനാറിന് അയാൾ വിൽക്കുകയും ചെയ്തു. എന്നിട്ട് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരാടിനെയും കൊടുത്തു, 1 ദീനാറും കൊടുത്തു. കൊടുത്തത് 1 ദീനാറാണ് ഒരാടിനെ വാങ്ങാൻ. പക്ഷേ ഇയാൾ 2 ആടിനെ വാങ്ങിയത് കൊണ്ട് ഒരാടിന് 1 ദീനാറിന് വിറ്റ് തിരിച്ച് ഒരാടിനെയും കൊടുത്തു, 1 ദീനാറും കൊടുത്തു. ഇവിടെ ഈ ഒരാടിനെ വാങ്ങുന്നതിന് പകരം 2 ആടിനെ വാങ്ങുന്നത് ശരി, അത് തെറ്റില്ല, ആ ഭാഗം വരെ ക്ലിയറാണ്. പക്ഷേ ഇതിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആടാണ് ഈ 2 ആടും. ഇയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആടിനെ വിൽക്കാൻ അനുവാദം കൊടുത്തോ? ഇല്ല. അയാളതിൻ്റെ ഉടമസ്ഥനുമല്ല, അയാൾ വാങ്ങിക്കൊണ്ടുവരുന്ന ആളാണ്, അയാളതിൻ്റെ ഉടമസ്ഥനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് പെർമിഷൻ കൊടുത്തതായിട്ടുമില്ല, അയാളെ യാത്രാമധ്യയാണ് വിൽക്കുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കച്ചവട ഇടപാടിൽ ബറക്കത്തുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞതാണ്, അത് ശേഷം ഉടമസ്ഥൻ അതിനെ തൃപ്തിപ്പെടുകയാണ് എങ്കിൽ അത്തരം കച്ചവടങ്ങൾ അനുവദിക്കപ്പെടും. അതാണ് ബൈഉൽ ഫുദൂലി എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ അടിസ്ഥാനപരമായിട്ട് എന്തായിരിക്കണം, ഏതൊരു കച്ചവടവും ഒന്നുകിൽ അയാൾ അതിൻ്റെ ഓണറായിരിക്കണം, അതല്ലെങ്കിൽ അയാൾക്ക് അതിൻ്റെ പെർമിഷൻ കിട്ടണം. അതല്ലാതെ മറ്റൊരാളുടെ വസ്തു നമുക്ക് വിൽക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അടുത്ത നിബന്ധന, 4ാമത്തെ നിബന്ധന, അത് പലിശ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. അത് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമുക്കത് ചർച്ച ചെയ്യാം. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.